السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا خير خلق الله. الصلاة والسلام عليك يا سيدنا يا خير خلق الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين عزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم. ذلك فضل الله يؤتيه من يشاء والله واسع عليم. إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരെ, പാണ്ടിക്കടവ് ജുമുഅ മസ്ജിദിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യരായ രണ്ട് സയ്യിദന്മാർ, അഭിനന്ദരായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളവറുകളും സയ്യിദുൽ ഉമ്മ അഭിനന്ദരായ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളവറുകളും ഇന്നിവിടെ നിർവഹിച്ച വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. ഈ വേദിയുടെ അനുഗ്രഹമായി ഇവിടെ എത്തിയിരിക്കുന്ന അഭിനന്ദരായ പണ്ഡിത മഹത്തുക്കളെ, മസ്ജിദിൻ്റെ ഭാരവാഹികളെ, മഹല്ലിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളെ, ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, ആവേശഭരിതമാണ് സദസ്സ് എന്ന് തോന്നുന്നല്ലേ. നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ അങ്ങനെ ശബ്ദം ആരൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇങ്ങനെ കേൾക്കുന്ന പോലെ എന്തോ കാര്യമായ ആവേശത്തിലായിരിക്കും. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹും ഫിൽ ആഖിറ. സമയം
കളയുന്നില്ല. നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ വിശുദ്ധ റമദാൻ പടിവാതിലിക്കൽ വന്നെത്തി നിൽക്കുകയാണ്. നമ്മുടെയൊക്കെ സമയം വിലപ്പെട്ടതാണ്. ഈ പരിപാടിക്ക് ഇന്ന് എത്തിപ്പെടാൻ കഴിയുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇന്നലെ വൈകിട്ട് 5:10 റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്, ജിദ്ദയിൽ നിന്ന്. അത് കഴിഞ്ഞ് റിയാദിലെത്തി. റിയാദിൽ നിന്ന് കാലിക്കറ്റിലേക്ക് 11 മണിക്ക് വരെ എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് അവർ ഞങ്ങളെ കാത്തിരുന്നില്ല. കണക്ഷൻ ലേറ്റായപ്പോൾ അവർ ഓൺ ടൈമിൽ ഡിപ്പാർച്ചറായി. അപ്പോൾ സമയം നാട്ടിൽ 2:30 മണിയായി കാണും. അവർ പറഞ്ഞു നാളെ ഈ സമയത്ത് ഫ്ലൈറ്റ് ഉണ്ട്, അത് നിങ്ങളെ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ 10-25 ആളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേദം പറയാണ്ട് മാനന്തവാടിയിൽ, എനിക്ക് പോയേ പറ്റൂ. അവർ പറഞ്ഞു വേറെ രക്ഷ, ഞങ്ങളെ ഫ്ലൈറ്റ് നാളെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ട്. എന്തോ ഭാഗ്യത്തിന് ഞാൻ തന്നെ അപ്പം തന്നെ മൊബൈലിൽ ഒരു ആപ്പ് നോക്കി 2:30 മണിക്കൂർ ഇൻഡിഗോ ബാംഗ്ലൂരിലേക്കുണ്ട്. വേറെ ഒരു ഫ്ലൈറ്റും കാലിക്കറ്റ് ടച്ച് ചെയ്യുന്ന കിട്ടുന്നില്ല അറിയാതെന്ന്. അങ്ങനെ അവിടുന്ന് ടെർമിനൽ 1-ൽ നിന്ന് ടെർമിനൽ 3-ലേക്ക് ഓടി. അതിൻ്റെ ഇടയ്ക്കൊന്നും തടഞ്ഞു വീണു. അതൊക്കെ പോട്ടെ. ഞാൻ ആലോചിക്കുക, പഠിച്ചോൻ കണക്കാക്കിയൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. ഞാൻ ബാംഗ്ലൂരെത്തി. ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിന് മൈസൂർ വരെ വന്നു. മൈസൂരിൽ നിന്ന് പിന്നെ കാറിൽ നമ്മളെ ഷാഫി മുസ്തഫയൊക്കെ അങ്ങോട്ട് വന്നു. അങ്ങനെ ഒരു ഉറക്കം വിളച്ച ദീർഘയാത്രയ്ക്ക് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. ചിലപ്പോഴൊക്കെ പരിപാടി ക്യാൻസലായി പോകാറുണ്ട്. ഞാനത് നമ്മുടെ ശ്രോതാക്കളെ അറിയിക്കുകയാണ്. ഞാനായിട്ട് ക്യാൻസലാക്കാറില്ല. ഒരിക്കൽ എൻ്റെ ഒരു കൈ മുറിഞ്ഞപ്പോൾ 2 പരിപാടി ക്യാൻസലാക്കിയിരുന്നു. എൻ്റെ വേദന കൊണ്ട്. അല്ലാത്തത് ക്യാൻസൽ ആവാറാണ്. ഫ്ലൈറ്റുകളൊക്കെ ടൈമിന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പറക്കാൻ പറ്റുമോ? നടന്നാൽ എത്തുമോ ഈ ദൂരങ്ങളൊക്കെ? അപ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെ ചില തർത്തീബുകളാണ്. ഞാനും ഉറങ്ങിയില്ല, എൻ്റെ കൂടെയുള്ള ഷാഫി. ഞാൻ രാത്രി അവിടെ നിന്ന് തന്നെ വിളിച്ചുണർത്തിയതാണ്. കൊണ്ടോട്ടി കിടക്കുന്ന ഷാഫിനെ വിളിച്ചുണർത്തിയിട്ട് ഇങ്ങനെയൊക്കെ, ഷാഫി ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ട്, ചിലപ്പോൾ പരിപാടി ക്യാൻസലായി പോകും, അടുത്ത ഫ്ലൈറ്റ് 2:30 മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ ഓടിപ്പിടിച്ചു. അൽഹംദുലില്ലാ. സംഘാടകർ അതിലേറെ ടെൻഷനായിരിക്കും. ഒരു പരിപാടി നടത്തുന്ന സംഘാടകരുടെ ടെൻഷൻ, ഈ പരിപാടി അവസാനിച്ചാലേ അവർക്ക് ശ്വാസം വീഴുള്ളൂ. കാരണം ഈ മനുഷ്യൻ വരുമോ, ടൈമിനെത്തുമോ, കാര്യങ്ങളൊക്കെ റാഹത്തിൽ നടക്കുമോ, ഇതൊക്കെ ആലോചിച്ച് വലിയൊരു ടെൻഷൻ, ഒരു ഹമ്മ്. ലാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ നസ്ബിൻ വലാ വസബിൻ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ടെൻഷനും അള്ളാഹു കൂലി തരുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ ഒരു സംഘാടകർക്കായിരിക്കും ഏറ്റവും വലിയ കൂലി കിട്ടുക. ഒരു പ്രോഗ്രാം അതൊരു ദിവസമോ 2, 5, 10 ദിവസമായിരിക്കട്ടെ, ആ ഒരു ദീനീ പരിപാടി കഴിയുന്നത് വരേക്കും അവരനുഭവിക്കുന്ന മാനസിക സംഘർഷം അത് വളരെ പ്രതിഫലാർഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ ഖിദ്മത്തുകൾ അല്ലാഹു സ്വീകരിക്കുകയും അത് കാരണം നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് അല്ലാഹുവിനോട് ദുആ ഇരക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഒരു ധർമ്മസമരം നടക്കുമ്പോൾ താബിഈങ്ങളിൽ പ്രമുഖരായ പ്രഗത്ഭരായ ആളുകൾ ആ യുദ്ധത്തിൽ സംബന്ധിച്ചത് അല്ലമ അബ്ദുറഹ്മാൻ ബിൻ സൗസി തങ്ങളടക്കമുള്ള ആളുകൾ വളരെ വിശദമായൊരു മനോഹരമായ സംഭവം രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ജഅഫർ ഇബ്നു സയ്യിദ് റഹിമഹുല്ലാഹ് അദ്ദേഹമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. സുലത്ത് ഇബ്നു അശ്യം റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളിൽ അല്ലാഹുവിൻ്റെ ആരിഫാണെന്നറിയപ്പെട്ടിരുന്ന മഹാനാണ്.
സുലത്ത് ബിൻ അഷിയം തങ്ങൾ ഒരു യുദ്ധത്തിലുണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ അള്ളാഹു വിജയം നൽകിയിരിക്കുമെന്നാണ്. ഹൽ ഫീകും മൻ റആ അസ്ഹാബ റസൂലില്ലാഹ് ഹൽ ഫീകും മൻ റആ അസ്ഹാബി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സു ഫിആമുൻ മിനൻ നാസ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെയും താബിഉകളുടെയും ബറക്കത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വഹാബിയോ ഒരു താബിഇയോ ഒരു താബിഉ നാം ആദ്യത്തെ ഖൈറുൽ ഖുറൂൻ, പരിശുദ്ധ നൂറ്റാണ്ടെന്നറിയപ്പെടുന്ന ആ 3 നൂറ്റാണ്ടുകളിലെ ഏതെങ്കിലും ഒരാൾ ഒരു സൈന്യത്തിലുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ കാരണം, അള്ളാഹു ബറക്കത്ത് കാരണം പടച്ചതമ്പുരാൻ ആ യുദ്ധത്തിൽ വിജയം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബി ഉണ്ടെങ്കിൽ, സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞ് ഒരു താബിഇ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു താബിഉ ഉണ്ടെങ്കിൽ, താബിഈങ്ങളെ കണ്ടവർ, താബിഈങ്ങൾ സ്വഹാബികളെ കണ്ടവരാണ്. അപ്പൊ സ്വഹാബികളെ കണ്ടവരുണ്ടെങ്കിൽ പോലും അവർക്ക് ആ യുദ്ധത്തിൽ വിജയമുണ്ടാകും. അതിന്റെ കാരണം എന്താണെന്നറിയോ? അവരുടെയൊക്കെ കണ്ണുകളിൽ മുത്തുനബി തങ്ങളെ സ്വഹാബികൾ കണ്ട ഒരു പ്രകാശമുണ്ട് എന്നതുകൊണ്ടാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ആളുകൾ സ്വഹാബികൾ, അവർക്ക് തങ്ങളെ കണ്ടു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ബറക്കത്തുണ്ട് എന്നാണ്. ബദരീങ്ങളായ അസ്ഹാബുകളുടെ മഹത്വം നമുക്കറിയാം. ഉഹദീങ്ങളായ അസ്ഹാബുകൾ, തബൂക്കികൾ, ഖന്ദഖികളായ സ്വഹാബിമാർ, ഹുനൈനികളായ സ്വഹാബിമാർ, ബൈഅത്തുർ റിദ്വാനിന്റെ ആളുകൾ, ബൈഅത്തുൽ അഖബയുടെ ആളുകൾ, സുൽഹുൽ ഹുദൈബിയയിൽ ഹബീബിന്റെ കൂടെ ഉംറക്ക് വന്ന ആളുകൾ, ഹജ്ജത്തുൽ വിദാഇൽ പങ്കെടുത്തവർ, ഫത്ഹ് മക്കയിൽ വന്നവർ, ഇവരൊക്കെ ഈ ലോകത്തിന്റെ വെളിച്ചങ്ങളാണ്, ഓരോരോ നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രങ്ങളുടെ പ്രഭാവലയം എന്ന് പറയുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കൊക്കെ മഹത്വമുണ്ട്, അവർക്കൊക്കെ ബറക്കത്തുണ്ട്. അതാണ് നമ്മൾ തബറുക്ക് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ. സുലത്ത് ബിൻ അഷിയം തങ്ങള് ആ യുദ്ധത്തിലുണ്ടായിരുന്നപ്പോ ജഅഫർ ബിൻ സെയ്ദ് എന്നവർ പറഞ്ഞു, വല്ലാഹിൽ അർമുഖന്നഹു, ഞാൻ ഇന്ന് സുല തങ്ങളെ ശരിക്കൊന്ന് വീക്ഷിക്കാൻ പോവാ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇബാദത്തുകളൊക്കെ എന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ യുദ്ധം ദിവസങ്ങളോളം തുടർന്ന ഒരു യുദ്ധമായിരുന്നു അത്. അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങാൻ അവരവരുടെ ഹൈമകളിലേക്ക് മാറിയപ്പോ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു എന്ന് തോന്നിയപ്പോ, മഹാനായ സുലത്ത് ബിൻ അഷിയം റഹ്മത്തുള്ളാഹി അലൈഹി മെല്ലെ എഴുന്നേറ്റ് കയ്യിലെ നിസ്കാരപ്പടവും എടുത്ത് നിലാവിൻ്റെ നേർത്ത വെളിച്ചത്തിൽ മഹാനവറുകൾ എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടു. ആര് പറയുന്നു? ജഅഫർ ബിൻ സെയ്ദ് എന്നിവർ പറയാം റഹ്മഹുല്ലാ. അദ്ദേഹം പോകുന്നത് ഒരു കുറ്റിക്കാട്ടിലേക്കാണ്. മരങ്ങളൊക്കെ തിങ്ങിക്കൂടിയ ഒരിടം, ആരും കാണാത്തിടം, രാത്രിയാണ്, എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു. താബിഈങ്ങളുടെ വലിയൊരു സംഘം ആളുകളുള്ള ഒരു യുദ്ധമായിരുന്നു അത്, ആ സൈന്യം. അപ്പൊ ഞാൻ പിന്നാലെ ചെന്ന് നോക്കി. മഹാനവറുകൾ അല്ലാഹു അക്ബർ ചൊല്ലി ആ രാത്രിയിൽ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്. ഞാൻ ബാക്കിൽ പോയിരുന്നു. കുറേ നേരം ആ നിസ്കാരം തുടർന്നു. ആ നിസ്കാരത്തിനൊടുവിൽ ഒരു സിംഹത്തിന്റെ ഗർജനം ഞാൻ കേട്ടു. അത് കേട്ടപ്പോൾ ഞാനൊരു മരത്തിന്റെ മുകളിൽ പേടിച്ച് വിറച്ച് അള്ളിപ്പിടിച്ച് ആ മരത്തിന്റെ ഉയർന്ന കൊമ്പിൽ നിന്ന് ഞാനിങ്ങനെ മിണ്ടാണ്ടിരുന്നു. താഴെ സുലത്ത് റഹ്മഹുല്ലാ മഹാനവറുകൾ മുസല്ലയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. റുക്കൂയിലേക്ക് പോകുന്നു. ആ സിംഹം അടുത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ തൊട്ട് മണക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷെ ഒരു പേടിയില്ലാണ്ട് മഹാനവറുകൾ റുക്കൂവും സുജൂദും അത്തഹിയാത്തും എല്ലാം കഴിഞ്ഞു. സലാം വീട്ടി. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു ആ സിംഹത്തോട്, അയ്യുഹസ്സബ, അല്ലയോ ഹിംസ്രജീവിയായ ജന്തുവേ,
ഉത്ലുബിർ റിസ്ഖ മിൻ മകാനിൻ ആഖർ, നിന്റെ ഭക്ഷണം ഇവിടെ ഇല്ല, നീ വേറെ എവിടെയെങ്കിലും പോയിട്ട് വല്ല ഭക്ഷണവും നോക്കിക്കോ എന്ന് ആ സിംഹത്തോട് പറഞ്ഞു. ഫവല്ല വ ഇന്ന ലഹു ലസഈർ, ഗർജിച്ചുകൊണ്ട് ആ സിംഹം അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഞാൻ മെല്ലെ കണ്ടു. അപ്പോഴും സുലത്ത് തങ്ങൾക്കറിയില്ല തൻ്റെ നിസ്കാരം വീക്ഷിക്കുന്ന ഒരാൾ ബാക്കിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന്. ഫഹമിദല്ലാഹു ബിമഹാമിദ്, ഒരുപാട് അല്ലാഹുവിനെ സ്തുതി പറഞ്ഞു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തുജീറനി മിനന്നാർ, പടച്ചവനെ നീ എന്നെ നിന്റെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളേണമേ. ഫമിഥിലീ ലാ യജ്തരിഉ അൻ യസ്അലകൽ ജന്ന, എന്നെ പോലെയുള്ള ആളുകൾക്ക് നിന്നോട് സ്വർഗം ചോദിക്കാൻ ധൈര്യം വരുന്നില്ല റബ്ബേ. എന്നെ നരകത്തിൽ നിന്ന് കാത്തോളണമേ, എനിക്ക് സ്വർഗം താ പടച്ചവനെ എന്ന് പറയാൻ എനിക്ക് ധൈര്യം വരുന്നില്ല എന്ന് മഹാനവറുകൾ കയ്യുയർത്തി ഇങ്ങനെ ഒരുപാട് നേരം ദുആ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞു. മഹാനവറുകൾ വീണ്ടും നിസ്കാരത്തിലേക്ക് പോയപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ അവിടുന്ന് നടന്നകന്നു പോന്നു. പിന്നീടെപ്പോഴോ അദ്ദേഹം വന്ന് കടന്നിട്ടുണ്ട്. സുബഹി നിസ്കാരമാകുമ്പോൾ എല്ലാവരും ഉണരുമ്പോ മഹാനായ സുലത്ത് റഹ്മത്തുള്ളാഹി അലൈഹി സുലത്ത് ഇബ്നു അശിയം തങ്ങള് കണ്ണുകൾ തിരുമ്മിയിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ഉറക്കച്ചടവോടുകൂടെ, ഒരുപാട് ഉറങ്ങി ഒരാൾ എഴുന്നേൽക്കുന്ന പോലെ ഒരിറ്റ് പോലും കൺപോളെ അടക്കാതെയാണ് അദ്ദേഹം വന്ന് കിടക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ കൂടെയുള്ള ആളുകളൊന്നും അറിയാതിരിക്കാൻ വേണ്ടി അവരുടെ കൂടെ ഉറങ്ങിയെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് മഹാനായ സുലത്ത് ഇബ്നു അശിയം റഹ്മത്തുള്ളാഹി അലൈഹി ജനങ്ങൾ ഉറങ്ങിയതുപോലെ ഉറക്കം നടിച്ചുകൊണ്ട് കിടന്നിട്ട് ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കുന്ന പോലെ മഹാനവറുകൾ എഴുന്നേൽക്കുന്നതും ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഫവല്ലാഹി മാ റഫഅഹു അല്ലാഹു ഇല്ലാ ബിഹാദാ, ആരാരും അറിയാതെ, ഒരു മനുഷ്യനും അറിയാതെ, ഒരാളോടും വിളിച്ചു പറയാതെ, ഒരാളോടും കൊട്ടിഘോഷിക്കാതെ, ഒരാളോടും പറഞ്ഞറിയിക്കാതെ അവനവനും അല്ലാഹും തമ്മിൽ മാത്രം അറിയുന്ന ഒരു രഹസ്യമായ ഇബാദത്ത് ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാകണം അല്ലാഹു ഈ മഹാനെ ഇത്രമേൽ ഉയർത്തിയത്. ഇതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തും നമ്മളും തമ്മിലുള്ള ബന്ധങ്ങളിൽ റിയാ, സുംഅത്ത്, ആളുകൾ അറിയണം, നാലാളുകൾ കേൾക്കണം എന്ന ഒരു ചിന്തയുമില്ലാതെ, ഒരാഗ്രഹവുമില്ലാതെ പടച്ചവന്റെ മുമ്പിൽ പച്ചയായ മനുഷ്യരായി കരഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ അടിമകളാണ് എന്ന അടിമത്വം ബോധിപ്പിക്കേണ്ട ഒരു സമയം. ശുദ്ധ റമളാൻ വെളിപ്പാടകല വന്ന് നിൽക്കുകയാണ്. റമളാൻ നമ്മളെ മാടി വിളിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا. പാപങ്ങളെക്കുറിച്ച് നമ്മൾ പേടിക്കണമെന്നാണ്. ചെറുദോഷം വൻദോഷം, അത് വലുത് ഇത് ചെറുത് എന്ന് നോക്കല്ലേ. ലാ തൻദുർ ഇലാ സിഗറിൽ മഅസിയതി വൻദുർ ഇലാ ഇളമി മൻ അസൈത്. ആരോടാണ് നമ്മൾ ഈ തെറ്റു ചെയ്തത് എന്ന അള്ളാഹുവിൻ്റെ മഹത്വമാണ് നോക്കേണ്ടത്. അള്ളാഹു എത്ര വലിയവനാണ്. നമ്മൾ ചെയ്ത തെറ്റ് ചെറുതാണ്, അത് കുഴപ്പമില്ലല്ലോ, അത് ചെറുതല്ലേ എന്ന് വിചാരിക്കല്ലേ. വൻദുർ, നീ നോക്കേണ്ടത് ആരോടാണ് നീ എതിര് ചെയ്തിരിക്കുന്നത്, ആരോടാ നീ എതിര് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ബോധം വരുന്ന മുഅ്മിനാണ്. മുഅ്മിനീങ്ങളിൽ മുഖ്ബിതീങ്ങൾ എന്നറിയപ്പെടുന്ന, പടച്ചവൻ ഇഷ്ടപ്പെടുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 100 തവണ അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചിരുന്നു അത്രേ. അവിടത്തേക്കൊരു തെറ്റുപോലും ഇല്ലാത്തവരാണ് ഹബീബായ തങ്ങള്. ഒരു പാപവുമില്ലാത്തവരാ, മഅസൂമാണ്. പുണ്യനിബിതങ്ങൾ മഅസൂമാണ്. അല്ലാഹു പാപ സുരക്ഷിതത്വം നൽകിയ റസൂലാണ്, എല്ലാ പ്രവാചകരെയും പോലെ. എന്നിട്ട് പോലും അല്ലാഹുവേ എനിക്ക് മാപ്പ് നൽകണേ, എന്നോട് പൊറുക്കണേ, എന്നോട് ക്ഷമിക്കണേ എന്ന് 100 തവണ പറയാത്ത ഒരു ദിവസം പോലും കഴിഞ്ഞു പോകുന്നില്ല.
അത് റമദാനിൽ നിന്ന് മാത്രമല്ല, റമദാൻ അല്ലെങ്കിലും ഒരു മനുഷ്യന്റെ ചുണ്ടുകളിൽ നമുക്ക് പറയാൻ കഴിയുന്ന, തെറ്റ് ചെയ്തവരും ചെയ്യാത്തവർക്കും പറയാൻ പറ്റുന്ന, പറയേണ്ടുന്ന, അത് ചൊല്ലുന്നത് വഴി അല്ലാഹു സമ്പത്തിൽ വർധനവ് നൽകുമെന്നും അപകടങ്ങളിൽ നിന്ന് സുരക്ഷ നൽകുമെന്നും ജീവിതത്തിൽ അനുഗ്രഹം നൽകുമെന്നും പറഞ്ഞ ഒരു ദിക്റുണ്ടെങ്കിൽ അത് അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് മാപ്പ് നൽകണേ പടച്ചവനെ, എന്നോട് പൊറുക്കണേ. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ കുറ്റക്കാരാണ് എന്ന് തോന്നിയിട്ട് ഒരു അടിമയുടെ മുമ്പിൽ, ഒരു ഉടമസ്ഥൻ്റെ മുമ്പിൽ ഒരടിമ താണുകേണ് നിൽക്കുന്ന പോലെ നമുക്ക് നിൽക്കാൻ കഴിയണം. അങ്ങനെ നമുക്ക് കഴിയോ? നമ്മുടെ പള്ളി എത്ര മനോഹരമാണെങ്കിലും പച്ച മണ്ണിൽ നമ്മൾ സുജൂദ് ചെയ്യുന്നതായി നമ്മുടെ മനസ്സിൽ വരണം. പച്ച മണ്ണിൽ ഞാൻ ഈ ഉയർത്തിവെക്കുന്ന എൻ്റെ ഈ നെറ്റിയും എൻ്റെ മുഖവും ആളുകൾ ചവിട്ടി നടക്കുന്ന മണ്ണിനോളം താഴെയാണ്. പടച്ചവനെ, ഞാൻ മണ്ണോളം നിന്റെ മുമ്പിൽ ചെറുതാണ് എന്ന് ബോധിപ്പിക്കുന്നതാണ് സുജൂദ്. അത് നല്ല കാർപ്പറ്റിൽ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ആ ഒരു ഫീലിംഗ് വരണമെന്നില്ല. അപ്പം നമ്മളെ പള്ളിയുടെ മനോഹാരിതയും അതിൻ്റെ ഭംഗിയും കാർപ്പറ്റിൻ്റെ സുഗന്ധവുമൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. പക്ഷേ നമ്മുടെ ചിന്തയിൽ വരേണ്ടത്, ഞാൻ മണ്ണിലാണ് ഈ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തലയെ ഞാനും ജനങ്ങളും കാല് വെച്ച് ചവിട്ടുന്ന സ്ഥലത്ത് എൻ്റെ തല ഞാൻ വെക്കുകയാണ്. അതാണ് സുജൂദ്, അല്ലേ? ആളുകൾ ചവിട്ടുന്നിടത്ത് നമ്മുടെ തല വെക്കുകയാണ്. അതാണ് വിധേയത്വം. അങ്ങനെ നമ്മൾ പച്ചയായ മനുഷ്യനാണ് അള്ളാഹിൻ്റെ മുമ്പിൽ. നമ്മളൊന്നുമല്ല എന്ന് തോന്നണം. അത് റമദാനിൻ്റെ മുമ്പ് തന്നെ തോന്നണം. റമദാൻ ആ ഒരു അള്ളാഹുവിനോടുള്ള വിധേയത്വം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കാൻ പടച്ചവൻ തരുന്ന വസന്തമാണ്. അള്ളാഹു വിളിക്കുകയാണ്. പുണ്യനബി തങ്ങളോട് പറഞ്ഞു, നബിയെ, അങ്ങാണ് വിളിക്കേണ്ടത്, എനിക്ക് പകരം അങ്ങ് വിളിക്കണം. ഖുൽ യാ മുഹമ്മദു, മുഹമ്മദ് നബിയെ അങ്ങ് വിളിച്ചു പറയണം. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന അങ്ങയുടെ സമൂഹത്തിലെ, ഉമ്മത്തിലെ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയണേ, ഒരുപാട് തെറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ തെറ്റുകളുടെ ഗൗരവം പോലും അറിയാതെ, ആ പാപത്തിൻ്റെ ഭീകരത പോലും മനസ്സിൽ കൊണ്ടുവരാതെ, ഇങ്ങനെ പാപങ്ങളിലൂടെ നടക്കുന്ന അങ്ങയുടെ അനുയായികളോട് പറയൂ നബിയേ, അള്ളാഹു ഞങ്ങളുടെ പാപങ്ങളെ കാരണം ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കുമോ എന്ന് ഭയപ്പെടുന്നവരോട് ആ ഭയപ്പാട് ആദ്യം വരണം. ആ ഭയപ്പാട് ആദ്യം വരണം. അതുള്ളവരോട് അള്ളാഹു പറയണത്. പേടിയൊന്നുമില്ലാണ്ട് നടക്കുകയാണെങ്കിൽ മഫ്തൂൻ, നമ്മളൊക്കെ വഞ്ചിതരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പേടി തോന്നണില്ല, തെറ്റുകൾ ചെയ്തിട്ടൊന്നും ഒരു പേടിയും തോന്നുന്നില്ല. ആളുകൾ മരിക്കുന്നുണ്ട്, ഒരു കുലുക്കവും വരുന്നില്ല. മനസ്സ് ചത്തുപോയി എന്നതിനർത്ഥം. നമ്മുടെ മനസ്സിന് ജീവനില്ല, ഹൃദയത്തിന് തുടിപ്പില്ലാതെയായിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ശ്വാസം നിലക്കുന്നതിൻ്റെ മുമ്പ് മരിച്ചു പോകുന്ന ഇത്തരം ആളുകളുണ്ട്. യാ അല്ലാഹ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുന്നുണ്ട്, മഹാന്മാരായ ആലിമീങ്ങളിൽ ഒരാളിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പണ്ഡിതനായവരെ, നിങ്ങൾക്കറിയോ, രാത്രികാലങ്ങളിൽ ഞാൻ നിസ്കരിക്കുമ്പോൾ ഞാൻ കണ്ണുനീർ വാർത്ത എൻ്റെ കണ്ണുനീർ തുള്ളികളങ്ങാനും ചെടികൾ കുറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ ചീരകളും പച്ചയിലകളും മുളക്കുമായിരുന്നു എൻ്റെ കണ്ണുനീര് കൊണ്ട്. അത്രയ്ക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പം ആലിം പറഞ്ഞു, അള്ളാഹുവിനോട് നീ ചെയ്ത തെറ്റുകളോർത്ത് നീ ചിരിക്കുന്നതായിരിക്കും ഒരുപക്ഷെ ചെയ്ത നന്മകളെ ഓർത്ത് അഭിമാനം കൊള്ളുന്നതിനേക്കാളും നിനക്ക് ഖൈറ് എന്ന് നീ മനസ്സിലാക്കണം. അങ്ങനെ
നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ വലുതാണ്. നമ്മൾ എന്തൊക്കെയോ ചെയ്തു വെച്ചു, നമ്മൾ എന്തൊക്കെയോ നന്മകൾ ചെയ്തു വെച്ചവരാണ് എന്ന് തോന്നുന്നതിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടം ഒരു മനുഷ്യന്റെ കൽബിൽ, ഹൃദയത്തിൽ തോന്നുന്ന ഇൻകിസാർ, ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണല്ലോ പടച്ചവനെ എന്ന് റബ്ബിനോട് തോന്നുന്നത്. അത് സെൽഫ് എസ്റ്റീം ഇല്ലായ്മയല്ലാതെ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയുമല്ലാതെ പടച്ചവന്റെ മുമ്പിലുള്ള സബ്മിഷനാണ്, അള്ളാഹുവിന്റെ മുമ്പിലുള്ള ലോയൽറ്റിയാണത്, പടച്ചവനോട് തോന്നേണ്ട നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണത്, അള്ളാഹുവിന്റെ മുമ്പിലുള്ള നമ്മുടെ സറണ്ടറാണത്. മഹാനായ മുഹമ്മദ് ഇബ്നു വാസി അൽ അസ്ദി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, ലൗ കാന ലിദ്ദുനൂബി റീഹുൻ, തെറ്റുകൾ മനുഷ്യൻ ചെയ്യുമ്പോ ആ തെറ്റുകൾക്കെങ്ങാനും ഒരു ദുർഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ, മാ ഖദറ അഹദുൻ അൻ യജ്ലിസ ഇലയ്യ മിൻ അഹ്ലിൽ അർള്, ഈ ഭൂമിയിൽ ഒരാളും എൻ്റെ കൂടെ വന്നിരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞത് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്ന മുഹമ്മദ് ഇബ്നു വാസി അൽ അസ്ദി റഹിമഹുല്ലാഹ് ദുആക്കുത്തരമുള്ള മഹാനായിരുന്നു. ഖുതൈബത്ത് ഇബ്നു മുസ്ലിം അൽ ബാഹിലി തങ്ങള് താബിഈയാണ്. മഹാനവറുകൾ ധർമ്മസമരം നടത്തുമ്പോൾ, ജിഹാദിന് വേണ്ടി മഹാനവറുകളുടെ സൈന്യങ്ങൾ പുറപ്പെടുമ്പോ, ആ സൈന്യ പാതിരാവുകളിൽ വിശ്രമിക്കുമ്പോൾ മഹാനായ മുഹമ്മദ് ഇബ്നു വാസി അൽ അസ്ദി തങ്ങള് എവിടെയെങ്കിലും ദുആയിരക്കുന്നുണ്ടോ ഇരുന്നു കൊണ്ട് എന്നിങ്ങനെ അദ്ദേഹം നോക്കുന്ന, അങ്ങനെ എങ്ങാനും മുഹമ്മദ് ഇബ്നു വാസി എന്നവർ ദുആ ചെയ്യുന്ന വിരലുകൾ അല്ലാഹുവിലേക്ക് ഉയർന്ന കൈകൾ കാണുകയാണെങ്കിൽ, വല്ലാഹി ലഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസി ഇല സമാ അർജാ ഇൻദി മിൻ അൽഫി ഷാബിൻ ത്വരീരിൻ വഅൽഫി സൈഫിൻ ഷഹീർ. 1000 യോദ്ധാക്കളും അവരുടെ ആയുധങ്ങളും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും എനിക്ക് പ്രതീക്ഷയുള്ളത് മുഹമ്മദ് ഇബ്നു വാസി എന്നവരുടെ ആകാശത്തേക്ക് ഉയരുന്ന പ്രാർത്ഥനയുടെ വിരലുകളാണ്. എനിക്കത് മതി, കുറെ ആളെണ്ണമെന്ന് എനിക്ക് വേണമെന്നില്ല. ആ മഹാന്റെ പ്രാർത്ഥനയുണ്ടെങ്കിൽ നാളെ എനിക്ക് വിജയമുണ്ട് എന്ന് പറഞ്ഞ മഹാൻ. പ്രാർത്ഥന വലുതാണ്, പ്രാർത്ഥിക്കാൻ മറക്കരുത്. നമ്മുടെ മനസ്സിനത് പാകപ്പെടുത്തും. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ പോകേണ്ടതില്ല. നമ്മുടെ മനസ്സിന് വേണ്ട സ്ട്രെങ്ത് കരഞ്ഞാൽ കിട്ടുന്നതാണ്. എപ്പോഴും കരയുന്ന അസുഖമുള്ള ആളുകളുണ്ട്. ചില കുട്ടികൾ അങ്ങനെ ആയിരിക്കും, എന്തെങ്കിലും പറയണമെങ്കിൽ കരഞ്ഞിട്ടേ പറയുള്ളൂ. ഉമ്മാരൊക്കെ ചീത്തറ, നീ കരയാണ്ട് പറയുമ്പോളെ അപ്പോഴും കരയും. അങ്ങനെ കരഞ്ഞ് അതൊരു ഒരു ചില ആളുകൾക്കൊരു വീക്ക്നെസ് ആയിരിക്കും, ചില ആളുകൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവരോട് ഡോക്ടർമാർ പറയുന്നത് എന്താണെന്നറിയും, സൈക്കാട്രിസ്റ്റുകൾ, കരയാനൊരു ടൈം വെച്ചിട്ട് ഒരു ദിവസം 5 നേരം ടൈം വെച്ചിട്ട് എവിടെയെങ്കിലും മുണ്ടാണ്ടിരുന്ന് പോയി കരയുന്നു. അങ്ങനെ 2 ആഴ്ച കരയാൻ പറയും. എന്നിട്ട് പറയും ഇനി ഒരു ദിവസം 2 നേരം വെച്ചിട്ട് കരയാ. അങ്ങനെ 2 ആഴ്ച കരയാൻ പറയും. പിന്നെ ദിവസം 1 നേരം വെച്ച് കരയാൻ പറയും. പിന്നെ ഇവരെ കരച്ചിൽ നിൽക്കും, മനസ്സ് സ്ട്രോങ് ആവുന്ന പറയാ. മനുഷ്യൻ കരയണമെന്ന, ഇന്നാർക്കും കരച്ചിൽ കേൾക്കാൻ ഇഷ്ടമല്ല, കരച്ചിൽ വരുന്ന വാല് കേൾക്കാനും ഇഷ്ടമല്ല അല്ലേ. കരയുന്ന ഒരു മെസ്സേജുകളും ആർക്കും വേണ്ട. ഒക്കെ തമാശയും കോമഡി മാത്രം മതി, ജോക്കുകൾ മാത്രം മതി. മനുഷ്യൻ കരയണം. അലാ ഫൽയബ്കൂ കസീറാ വൽയദ്ഹകൂ ഖലീലാ, നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യണമേ. ലൗ തഅലമൂന മാ അഅലമു ലളഹക്തും ഖലീലാ വലബകൈതും കസീറാ. പരലോകത്തിന്റെ വിഷയങ്ങളും അല്ലാഹു നാളെ മനുഷ്യന് വേണ്ടി തയ്യാർ ചെയ്തു വെച്ച നരകവും വിചാരണയും, അല്ലാഹുവിന്റെ ഹിസാബും മീസാനും സിറാത്തും നരകവും ജഹന്നവും ഞാൻ അറിയുന്ന പോലെ മനുഷ്യരെ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റയ്ക്കിരുന്ന് കരയാൻ, ഒറ്റയ്ക്കിരുന്ന് കരയാൻ, അതാരോടും പറയുന്നു വേണ്ട. മുഹമ്മദ് ഇബ്നു വാസി എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരുന്ന ഈ മഹാനാണ് പറയുന്നത്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ കാന ലിദ്ദുനൂബി റീഹുൻ, പാപങ്ങൾക്ക് ഒരു ഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ, ദുർഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ, ഒരു മനുഷ്യന് തെറ്റു ചെയ്താൽ ആ മനുഷ്യന്റെ ദേഹത്തിന് ദുർഗന്ധം വരുമായിരുന്നുവെങ്കിൽ,
എൻ്റെ കൂടെ ഇരിക്കാൻ ഒരാളും വരില്ലായിരുന്നു. ഞാൻ അത്രമേൽ പാപിയാണ് എന്ന് സ്വന്തത്തെക്കുറിച്ച് ചിന്തിച്ചു പോയത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരുന്ന താബിഈയായ മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മഹുല്ലാഹ്. നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളൊക്കെ ഭയങ്കര സംഭവമാണെന്നല്ലേ നമുക്ക് തോന്നുന്നത്? നമ്മളിങ്ങനെ സലഫ് സ്വാലിഹീങ്ങളിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ എവിടെയാണെന്ന് നമുക്കൊരു ബോധം വരാനാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ മലക്കുകളെന്നൊക്കെ തോന്നിപ്പോകും നമുക്ക്. പക്ഷെ മുമ്പ് ഖൈറുൽ ഖുറൂനിലേക്ക് ഇങ്ങനെ ചേർത്തി നോക്കണം. ഖൈറുൽ ഖുറൂൻ, അതാണ് ഇത്തിബാഅ് ചെയ്യേണ്ട കർണുകൾ. ആ കർണിൽ, ആ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞു പോയ ആളുകളെ നമ്മളിങ്ങനെ എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മഹുല്ലാഹ്, ഇദാ ദുകിറ സ്വാലിഹൂൻ കുൻതു അൻഹും ബിമഅ്സിലിൻ. സജ്ജനങ്ങളുടെ കാര്യം പറയുമ്പോൾ, സ്വാലിഹീങ്ങളെന്ന് പറയപ്പെടുമ്പോൾ, നല്ല ജനങ്ങളെന്ന് പറയപ്പെടുമ്പോൾ, ഈ അയ്യൂബ് സഖ്തിയാനിക്ക് എന്താണ് അവിടെ പറയാനുള്ളത്? ഞാൻ എവിടെയാണ് കിടക്കുന്നത്? സ്വാലിഹീങ്ങളിൽ പെടാൻ ഞാൻ ആര് എന്ന് ചോദിച്ചത് ഇമാം മാലിക് എന്നവരുടെ ഹദീത്ത് പണ്ഡിതന്മാരിൽ ഇമാം മാലിക് എന്നവർ ഹദീത്ത് രേഖപ്പെടുത്തിയ മുഹദ്ദിസാണ്. കറാമത്തുകൾ ലൈവിൽ കാണിച്ചു കൊടുത്ത അള്ളാഹുവിൻ്റെ വലിയായിരുന്നു അയ്യൂബ് സഖ്തിയാനി റഹ്മഹുല്ലാഹ്. ലൈവിൽ കറാമത്ത് കാണിച്ചു കൊടുത്ത മഹാനാണ്. ഹജ്ജിന് വന്നപ്പോഴാണ് നമ്മളത് വാളിൽ പറഞ്ഞതാ, ഞാനത് ആവർത്തിക്കല്ല. എന്നാലും ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ചില ഉണർത്തലുകൾ മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടുന്നല്ലേ. മക്കയിൽ ധാരാളം പാറക്കല്ലുകൾ നിറഞ്ഞ മലകളാണ്. അറിയാലോ, മക്കത്ത് പോയവർക്ക് പാറകളാണ്. നമ്മുടെ മാനന്തവാടിയിലും വയനാട്ടിലൊന്നും, നമ്മുടെ ബത്തേരിയിലും, നമ്മുടെ കൽപ്പറ്റയിലും ചുരത്തിലൊന്നും കാണുന്ന പോലെയുള്ള പച്ചമലകളില്ലല്ലോ. സൗദി അറേബ്യയിൽ വളരെ കുറഞ്ഞ ചില ഏരിയകൾ മാത്രം. മക്കയും മദീനയൊക്കെ ഉണങ്ങിയ പാറമലകളാണ്, വെറും പാറകൾ. കഅബാലയത്തിൻ്റെ ചുറ്റും ഒരുപാട് മലകളായിരുന്നു. ആ മലകളൊക്കെ ഇന്ന് കുറേ ഇടിച്ച് പൊളിച്ചു. അവിടെ നിന്ന് എക്സ്പാൻഷന് വേണ്ടി, സൗകര്യം ചെയ്യാൻ വേണ്ടി ഹാജിമാർക്ക് താമസിക്കാനും, ഹാജിമാരെന്ന് പറഞ്ഞാൽ ഉംറയ്ക്ക് വരുന്നവരൊക്കെ ഹാജിമാരെന്ന് പറയും കേട്ടോ, ഒരു പ്രയോഗമാണ്. കഅബയെ ലക്ഷ്യമാക്കി വരുന്നവർ, അവർക്കുള്ള സൗകര്യത്തിന് വേണ്ടി അതൊക്കെ ഇടിച്ചു പൊളിച്ച് കുറേ മലകളൊക്കെ അവിടെ നിന്ന് പോയതാണ്. പിന്നെ കുറേ മലകളൊക്കെ ഇദാ റഅയ്ത ജിബാല മക്ക ബുഅജത് ഖലായിമ, ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്ന ഒരു റിവായത്തുണ്ട്, മക്കയിലെ കുന്നുകൾക്ക് തുരങ്കങ്ങൾ ഉണ്ടാകുന്നത് ഇബ്നു മസ്ഊദെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഫഖദ് അദല്ലത്തി സാഅ, അത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മക്കത്തെ തുരങ്കങ്ങളേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, പാറമലകളാണ്. അയ്യൂബ് സഖ്തിയാനി തങ്ങൾ ഹജ്ജിന് വന്നപ്പോൾ മഹാനവറുകൾ അവിടെ നിർത്തി കൂടുതലുള്ള ആളുകളെ, സംഘാളുകൾ സമര കുമ്ര കൊണ്ടുപോകും, അങ്ങനെ തോൽച്ചോണ്ടാണ്. കുറേ ആൾക്കാരുണ്ടാവും മുമ്പിൽ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ നിർത്തിയിട്ട് ചോദിച്ചു, കറാമത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ചിലരൊക്കെ പറഞ്ഞു ഉണ്ട്, ചിലരൊന്നില്ല. നിങ്ങോട്ട് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പാറയല്ലേ, ഉണങ്ങിയ പാറകളാണ്. ആ പാറയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് മഹാൻ പറഞ്ഞു, കൊതുടുക്കാനൊക്കെ ആവശ്യമില്ലേ, കുടിക്കാൻ ദാഹിക്കണല്ലേ, വെള്ളം വേണ്ടേ? ബിസ്മില്ലാ. കൈ ഇങ്ങനെ പാറയിൽ അമർത്തിപ്പിടിച്ചു. കൈ ഇങ്ങനെ എടുത്തപ്പോൾ അതിൽ നിന്ന് വെള്ളം ഒലിച്ചു. ഇത് ഡിങ്കം കഥയല്ല, ഔലിയാക്കന്മാരുടെ കറാമത്തുകളാണ്. ആ വെള്ളം ഇവരൊക്കെ കുടിച്ചു. എല്ലാവർക്കും മതിയായില്ലേ എന്ന് ചോദിച്ചു. മതി മതി എന്ന് പറഞ്ഞു. അവിടെ തന്നെ കൈവച്ചു, ഒരു ദിക്ർ ചൊല്ലി ആ വെള്ളം നിന്നും ചെയ്തു. ഇങ്ങനെ ചെയ്ത മഹാനാണ് അയ്യൂബ് സഖ്തിയാനി എന്ന് പറയുന്ന, ഞാനീ പറയുന്ന മഹാൻ. ഇമാം മാലിക് എന്നവർ മഹാനവറുകളുടെ ഹദീത്തുകൾ റിവായത്ത് ചെയ്യാൻ കുറേ കാലം മഹാനവറുകൾ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് ഈ മനുഷ്യൻ? ഹദീത്തുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്ത, ഒരുപാട് ഹിഫ്ളുള്ള മഹാനായിരുന്നു അയ്യൂബ് സഖ്തിയാനി തങ്ങൾ. പക്ഷെ ഇമാം മാലിക് എന്നവർ മദീനയിൽ ജീവിച്ചിരിക്കുമ്പോൾ അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീത്തുകളൊന്നും രേഖപ്പെടുത്തിയില്ല. മഹാന് മദീനയിൽ വന്നപ്പോഴൊന്നും പോയി ചോദിച്ചില്ല, ആളെ അറിയില്ലായിരുന്നു എന്നാണ്. ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരാൾ പറയുന്നതോ പ്രസംഗിക്കുന്നതോ അല്ല വിഷയം, ആര് പറയുന്നു എന്നതാണ് വിഷയം. അതാണ് ഹദീത്ത് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. അതാണ് ഹദീത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ
വളരെ സ്വഹീഹായ ഹദീസ് തന്നെ ആയിരിക്കും അത്. പക്ഷെ ആ റിപ്പോർട്ട് ചെയ്ത ആൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതോടുകൂടെ ആ ഹദീസ് ദുർബലമായ ഹദീസായി മാറും. എന്തേ? ആ റിപ്പോർട്ട് ചെയ്ത മനുഷ്യൻ നുണ പറഞ്ഞ ആളായിരുന്നു. അതുകൊണ്ട് പറയുന്നത് ആര് എന്നതും വലിയ. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൽയൻദുർ അഹദുക്കും അമ്മ യഖുദു ദീനഹു. മഹാനായ ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞതാണ്, ഇത് ദീനാണ്. അത് ആരിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നു എന്നത് വലിയൊരു പ്രത്യേകതയുള്ള കാര്യമാണ്. എല്ലാവരുടെയും വേള, ഇപ്പോൾ യൂട്യൂബിൽ കുറേ വേള കേൾക്കും. എല്ലാ സമയം നിങ്ങൾക്ക് വിശ്വസ്തതയും നിങ്ങൾക്ക് ബോധ്യവുമുള്ള ആളുകളാണോ അവരതേ കേൾക്കാവുന്ന. പറഞ്ഞിരുന്നതൊക്കെ നല്ല കാര്യമൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ പറയുന്ന ആളിൻ്റെ നന്മ കൂടെ ആകുമ്പോഴാണ് അതിന് അസറുണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. പോട്ടെ. അയ്യൂബ് സഖ്തിയാനി തങ്ങൾ പറയുമായിരുന്നു, ഇങ്ങനെ കറാമത്ത് കാണിച്ച ഇമാം മാലിക് എന്നവരെ. എന്നിട്ട് അവസാനം അയ്യൂബ് സഖ്തിയാനി തങ്ങൾ ഹജ്ജിന് വന്നപ്പോൾ മാലിക് ഇമാം അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു. എനിക്ക് ഇയാളൊന്ന് പഠിക്കണം, എന്നിട്ട് മതി അദ്ദേഹത്തിൻ്റെ ഹദീസ്. അങ്ങനെ മക്കയിൽ പോയി മദീനയിലേക്ക് വന്നു, മദീനയിൽ കൂടെ പോന്നു. അങ്ങനെ മദീനത്തെ പള്ളിയിലും മക്കത്തെ പള്ളിയിലും ഹജ്ജിൻ്റെ സമയത്ത് ദർസുകൾ ഇങ്ങനെ നടക്കും. ഓരോ പള്ളിൻ്റെ സാരിയ, പള്ളിൻ്റെ തൂണിൻ്റെ അടുത്ത് വെച്ചിട്ട് ഓരോ ഹലക്കകൾ ഉണ്ടാവും, ഓരോ ഇമാമുമാരുടെ, ഓരോ പണ്ഡിതന്മാരുടെ. അയ്യൂബ് സഖ്തിയാനി തങ്ങൾ അവിടെ ഒരു ഹലക്കയിൽ ഇരിക്കുമ്പോൾ ഇമാം മാലിക് എന്നവർ മഹാനവറുകളങ്ങ് നോക്കുകയാണ്, ഇയാൾ എങ്ങനെയുണ്ട് എന്ന്. ഇമാം മാലിക് എന്നവർ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇനി മുതൽ അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് രേഖപ്പെടുത്താൻ തീരുമാനിച്ചു. എന്തേ കാരണം എന്ന് ചോദിച്ചു. ഞാൻ അയ്യൂബ് സഖ്തിയാനിയെ നോക്കുമ്പോൾ കുല്ലമാ ദുകിറ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ഹശ ബിൽ ബുകാ. പുന്നാര റസൂലിൻ്റെ പേര് ആ സദസ്സിൽ പറയപ്പെടുമ്പോൾ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ പൊട്ടിക്കരയുന്നത് ഞാൻ കാണുമായിരുന്നു. അത്ര ഹബീബിനോട് മഹബത്തുള്ള ആളാണ്. ഹത്താ അർഹമ, ഞങ്ങളൊക്കെ ചെന്നിട്ട് സമാധാനിപ്പിക്കും, സാരല്ല സാരല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തേങ്ങി തേങ്ങി കരയുമായിരുന്നു ഹബീബിൻ്റെ പേര് കേൾക്കുമ്പോൾ. അത്ര സ്നേഹമുണ്ടായതിൻ്റെ പേരിൽ ഞാൻ അവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ രേഖപ്പെടുത്താൻ തുടങ്ങി എന്ന് മുഅത്തയുടെ സ്വാഹിബായ ഇമാം മാലിക് ഇബ്ൻ, മഹാനായ ഇമാം മാലിക് ഇബ്ൻ അനസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അങ്ങനത്തെ മഹാൻ പറയാ സ്വാലിഹീങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിലൊന്നും ഞാനില്ലല്ലോ. യാ അല്ലാഹ്, ഇദാ ദുകിറ സ്വാലിഹൂൻ കുൻതു അൻഹും ബിമഅസിലിൻ. സ്വാലിഹീങ്ങൾ പറയപ്പെടുമ്പോൾ ആ കൂട്ടത്തിലൊന്നും പെടാൻ മാത്രം അയ്യൂബ് ആയിട്ടില്ലല്ലോ പടച്ചവനെ. അതൊക്കെ അവർ പറയുമ്പോൾ നമ്മളൊക്കെ എന്താ പറയാ പടച്ചവനെ, നാണിച്ചു പോവാണ് നമ്മൾ. ഹയാ അമ്മിനല്ലാഹ് ഹയാ അമ്മിൻ ഹഉലാ ഇസ്സാദ. ഈ മഹത്തുക്കളായ ആളുകളുടെ മുമ്പിൽ നമ്മൾ നാണിച്ചു പോവാൻ. നമ്മൾ എന്താണ്? നമ്മളൊന്നുമല്ല. അവരൊക്കെ അടിച്ചുവാരിയ ഒരു ചൂലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഈർക്കിളിയോളം എത്തുമോ നമ്മളൊക്കെ? ഇദാ ദുകിറ സ്വാലിഹൂൻ കുൻതു അൻഹും ബിമഅസിലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഹബീബിൻ്റെ സ്വാഹിബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ഈ മഹാനാകുമായിരുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞൊരു മഹാനുണ്ട്, ഒരു സഹാബി. ലൗ കാന നബിയ്യും മിൻ ബഅദി, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നുവെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു. ഫഇന്നഹു ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഇനിയൊരു പ്രവാചകനും വരാനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്ത ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മഗ്ഫിർ ലീ ദുൽമി വകുഫ്രി. ഉമർ തങ്ങളുടെ ദുആയാണ്. അല്ലാഹുമ്മഗ്ഫിർ ലീ ദുൽമി വകുഫ്രി. പടച്ചവനേ, ഞാൻ നിന്നോട് ചെയ്ത ദുൽമ്, ഞാൻ എന്നോട് ചെയ്ത ദുൽമുകൾ, അതിക്രമങ്ങൾ എനിക്ക് മാപ്പ് നൽകണമേ. വകുഫ്രി, എൻ്റെ കുഫ്രിയത്തും. അപ്പോൾ ആളുകൾ ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ ഹാദാ ദുൽമ്, ഞങ്ങൾക്ക് മനസ്സിലായി എന്താണ്
ദുൽമ് പുറത്തു തരണേ എന്ന് പറഞ്ഞത് എന്താണ്? അതിക്രമങ്ങൾ, അവനോട് ചെയ്തത്, മറ്റുള്ളവരോട് ചെയ്തത്, അള്ളാഹുവിനോട് ചെയ്തത്, അതൊക്കെ മാപ്പ് തരണേ എന്നാണ് അർത്ഥം. ഫമാ ബാലുൽ കുഫർ, എന്താണ് കുഫർ മാപ്പ് തരണം എന്ന് പറയാൻ കാരണം? ഇസ്ലാമിൽ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് കുഫറാണ് ചെയ്തത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാലല്ലാഹ് ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. സൂറത്ത് ഇബ്രാഹീമിലെ ആയത്താണ് ഓതുന്നത്. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. തീർച്ചയായും മനുഷ്യൻ വലിയ അക്രമങ്ങൾ ചെയ്യുന്നവനാണല്ലോ, ഒരുപാട് അതിക്രമങ്ങൾ ചെയ്യുന്നവനാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവനാണ്. പിന്നെ പറഞ്ഞു കഫാർ, ഒരുപാട് കുഫറും ചെയ്യുന്നവനാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നന്ദികേട് എന്നാണ്. നന്ദികേടിനും കുഫർ എന്ന് പറയും. പടച്ചോനെ നിഷേധിക്കുന്ന കുഫറല്ല ഇവിടെ ഉദ്ദേശം. നന്ദികേട് ചെയ്യുന്നവൻ, മനുഷ്യൻ അള്ളാഹുവിനോട് വേണ്ട വിധം നന്ദി ചെയ്യുന്നില്ലല്ലോ, അള്ളാഹുവിനോട് സ്തുതി പറയുന്നില്ലല്ലോ. എത്രയെല്ലാം അനുഗ്രഹങ്ങൾ മനുഷ്യൻ ചോദിക്കാതെ മനുഷ്യന്റെ മുമ്പിലേക്ക് വരുമ്പോഴേ നമ്മൾ വിചാരിക്കും അതൊക്കെ അങ്ങനെ തന്നെയല്ലേ വരേണ്ടത്, അതിനിപ്പോൾ എന്താ അത്ഭുതം, അതൊക്കെ നോർമലല്ലേ? നോർമലല്ല, അത് നോർമലല്ല. അല്ലാഹുവിനോട് നമ്മൾ എത്രമേൽ നന്ദി ചെയ്യാൻ കടപ്പെട്ടവരാണ്. നമ്മൾ ചോദിച്ചത് പടച്ചവൻ തരുന്നില്ലേ? ചോദിച്ചതിനേക്കാളും ഖൈർ അല്ലാഹു നൽകുന്നില്ലേ? നമ്മൾ ചോദിക്കാത്ത നന്മകൾ അല്ലാഹു തന്നിട്ടില്ലയോ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എത്രയോ നമ്മുടെ രഹസ്യങ്ങൾ ഒരു മനുഷ്യരും അറിയാതെ അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്തു തന്നിട്ടില്ലയോ? അള്ളാഹു മറച്ചു വെച്ചു തന്നിട്ടില്ലേ? അള്ളാഹുവിനോട് നന്ദി പറയേണ്ടവരല്ലയോ നമ്മൾ? നന്ദി പറയാ, പടച്ചവനോട് നന്ദി പറയാ. അല്ലാഹുമ്മ ഗ്ഫിർലി ളുൽമി വകുഫരി എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തതിന്റെ ഉദ്ദേശം അതാണ്. അല്ലാഹുവേ, നിനക്ക് വേണ്ട വിധം നന്ദി ചെയ്യാൻ എന്നെ കൊണ്ടായിട്ടില്ല റബ്ബേ, അതെന്നോട് മാപ്പ് നൽകണം. പടച്ചവനെ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എനിക്ക് മാപ്പ് നൽകണമേ. ഇത്രമേൽ മഹത്തുക്കൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ അവരുടെ മനസ്സുകളെ പാകപ്പെടുത്തിയിരുന്നു. ശുദ്ധ റമളാൻ നമ്മുടെ വെടിപ്പാടകല വന്നു നിൽക്കുകയാണ്. ഏതാനും ദിനരാത്രങ്ങൾ കഴിയുന്നതോടുകൂടെ ഒരാഴ്ചയിൽ താഴെയല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ. റമളാൻ വന്നിണയാൻ പോവുകയാണ്. ഖൈറുശ്ശുഹൂരി വല്ലയ്യാം, ദിവസങ്ങളെക്കാൾ മാസങ്ങളെക്കാൾ മുഹൂർത്തങ്ങളെക്കാൾ ഏറ്റവും അതിശ്രേഷ്ഠമായ മുഹൂർത്തങ്ങളുള്ള ശ്രേഷ്ഠമായ രാപ്പകലുകളുള്ള വിശുദ്ധമായ മാസം റമളാൻ നമ്മിലേക്ക് വരാനടുക്കുകയാണ്. എന്ത് തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്? ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. മനുഷ്യൻ അല്ലാഹുവിനോട് നന്ദികേടല്ലേ കാണിക്കുന്നത്? ഇന്നഹു ലയുഹിബ്ബുൽ അക്ലത ഫയഹ്മിദുഹു അലൈഹാ. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. വയശ്റബു ശർബ, മനുഷ്യൻ ഒരു നേരം ഒരു വെള്ളമോ പാനീയമോ കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ്. എത്ര നേരമാണ് നമ്മളതൊക്കെ മറന്നു പോവാറുള്ളത്? ഓരോ ശ്വാസത്തിനും നമ്മൾ അൽഹംദുലില്ലാ പറയേണ്ടവരല്ലേ? ഫലൈസല്ലദീ ബൈനീ വബൈനക ആമിറുൻ وبيني وبين العالمين خراب إذا صح منك الود فالكل هين وكل الذي فوق التراب تراب. فليت الذي بيني وبينك عامر وبيني وبين العالمين خراب. പടച്ചവനെ, അല്ലാഹുവേ, ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഞാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെപ്പോലെയല്ല. ഞാനും നീയും തമ്മിലുള്ള ബന്ധമെന്ന് രൂഢമൂലമാവുകയും ആ സ്നേഹബന്ധം ഉറച്ചു പോവുകയും ജനങ്ങളെല്ലാവരും എന്നെ വെറുക്കുകയോ ആട്ടിപ്പറഞ്ഞേക്കുകയോ ചെയ്താൽ പോലും അല്ലാഹുവേ, നിന്റെ ചാരത്ത് നിന്ന് നീ എന്നെ തട്ടിമാറ്റാത്തിടത്തോളം കാലം ഞാൻ ഭാഗ്യവാൻ തന്നെയല്ലയോ റബ്ബേ?
ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹൈനുൻ വകുല്ലു അല്ലദീ ഫൗഖ തുറാബി തുറാബു. പടച്ചവനെ, നിന്റെ സ്നേഹം നീ എനിക്ക് നൽകിയിട്ടുണ്ടെന്ന് എനിക്ക് ബോധിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ മണ്ണായ മണ്ണും ആ മണ്ണിലുള്ള സർവ്വതും മണ്ണു തന്നെയല്ലയോ റബ്ബേ, എനിക്ക് വേണ്ട നിന്റെ സാമീപ്യം മതി എന്ന് മനുഷ്യൻ കൊതിച്ചു പോകേണ്ടതാണ്. ഈ ലോകത്തെ ബന്ധങ്ങളിൽ, സ്നേഹബന്ധങ്ങളിൽ, അനുരാഗങ്ങളിൽ, പ്രേമങ്ങളിൽ ഏറ്റവും വലുത് സൃഷ്ടാവിനോട് സൃഷ്ടിക്കു തോന്നുന്ന പ്രേമമാണ്, സൃഷ്ടാവിനോട് സൃഷ്ടിക്കു തോന്നുന്ന സ്നേഹമാണ്. ആ സ്നേഹം കണ്ടുകൊണ്ടാണ് ലോകത്തോട് വിട പറയാൻ നേരത്തെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിറങ്ങുകയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ പനി പിടിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ തലവെച്ച് കിടക്കുമ്പോൾ ഹബീബ് ലോകത്തോട് വിട പറയുന്ന ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചുവല്ലോ നബിയേ, അള്ളാഹു ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ പനിയൊക്കെ മാറുകയും അങ്ങയുടെ അസുഖം മാറുകയും അങ്ങേക്ക് പൂർണ്ണ ആരോഗ്യം അള്ളാഹു നൽകുകയും ചെയ്ത് മരണം വരെ, ഖിയാമത്ത് നാൾ വരെ മരണമില്ലാതെ ദീർഘമായ ആയുസ്സോടുകൂടെ ഒരുപാട് കാലം അധികാരവും അധികാരത്തിൻ്റെ ചെങ്കോലും കയ്യിലേന്തിയിട്ട് അള്ളാഹുവിന് വേണമെങ്കിൽ അങ്ങയെ ജീവിച്ചു നിർത്താൻ റബ്ബിന് കഴിയും. വേണോ നബിയേ? അതല്ല അള്ളാഹുവിലേക്ക് തിരിച്ചു പോരേണമോ? എന്താണ് അങ്ങേക്ക് വേണ്ടത്? അങ്ങയുടെ ഇഷ്ടം പറഞ്ഞോളൂ, അതുപോലെ ചെയ്തു തരാമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖുയ്യിർ. ഏത് പ്രവാചകരും ലോകത്തോട് വഫാത്താകാൻ പോകുമ്പോൾ ആ പ്രവാചകന്മാർക്ക് അല്ലാഹു ചോയ്സ് കൊടുക്കാറുണ്ട്, ഇത് വേണോ അത് വേണോ എന്ന്. പുണ്യ നബിയോട് ചോദിച്ചു, നബിയേ, മരണമില്ലാത്തൊരു ജീവിതം അങ്ങേക്ക് വേണമോ, അതല്ല മരണപ്പെട്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് പോരേണമോ എന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ ഗുരു ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറുപടി ഇതാണ്, ബലിർ റഫീഖൽ അലാ, ബലിർ റഫീഖൽ അലാ, ബലിർ റഫീഖൽ അലാ. ഉന്നതങ്ങളിൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന എൻ്റെ കൂട്ടുകാരനായ, എൻ്റെ മഹ്ബൂബായ എൻ്റെ അല്ലാഹുവിലേക്ക് ഞാൻ വരികയാണ്, എനിക്കിവിടം മതി. ഉന്നതങ്ങളിൽ അത്യുന്നതങ്ങളിൽ കിടക്കുന്ന എൻ്റെ റഫീഖായ എൻ്റെ കൂട്ടുകാരനായ എൻ്റെ മഹ്ബൂബായ അല്ലാഹു മതി, അല്ലാഹു മതി. ബലിർ റഫീഖൽ അലാ. നമുക്ക് പറയേണ്ടത്, മരണസമയത്ത് പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്നവർ സ്വർഗ്ഗത്തിലേക്കാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങൾ അവസാനം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിനപ്പുറം നബി തങ്ങൾ അല്ലാഹുവിനോട് കാണിച്ച സ്നേഹത്തിൻ്റെ ആ അതിമനോഹരമായ സ്നേഹബന്ധത്തിൻ്റെ ആത്മീയ ഉത്കർഷം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് ബലിർ റഫീഖൽ അലാ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിപ്പിക്കാൻ വന്ന റസൂലാണ് ഈ റസൂല്. അവിടെ നിന്നല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്താണെന്ന്, ഷഹാദത്ത് എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചത് ഈ റസൂലാണ്. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ ഇനി പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല, അതിൽ നബി തങ്ങൾ അതിൽ അടിയുറച്ചു നിൽക്കുന്നവർ തന്നെയാണ്. അവിടെ നിന്നല്ലയോ അല്ലാഹുവിൻ്റെ അമീനും സ്വാദിഖും മസ്ദൂഖുമായ റസൂൽ അവിടുന്ന് പറഞ്ഞ വാക്കെന്താണ്? ബലിർ റഫീഖൽ അലാ. എൻ്റെ മഹ്ബൂബായ, എൻ്റെ ഇഷ്ടദാസന, എൻ്റെ ഇഷ്ടതോഴനായ, ഞാൻ ഖൽബ് കൊണ്ട് ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ മഹ്ബൂബായ എൻ്റെ റബ്ബിനെ മതി ജിബ്രീലേ, ഞാൻ റബ്ബിലേക്ക് വരാം, ഞാൻ മരിച്ചു പോരാം, എനിക്കത് പ്രശ്നമല്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ബലിർ റഫീഖൽ അലാ എന്ന് പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടിരിക്കുകയാണ്. അതിസുന്ദരിയായ യുവതിയായ ചെറുപ്പക്കാരിയായ ഹബീബിനെ അത്രമേൽ സ്നേഹിക്കുകയും ഹബീബ് അത്രമേൽ ഇങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്ത ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയുടെ കൂടെ ഇനിയും ഏതാനും കൊല്ലങ്ങൾ കൂടെ താമസിക്കണമെന്ന് നബി തങ്ങൾക്ക് പറയാമായിരുന്നില്ലേ? പക്ഷേ
ഹുബ്ബിബ ഇലയ്യ അത്വീബു വന്നിസാ വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാഹ്. എനിക്ക് സുഗന്ധം ഇഷ്ടമാണ്, എനിക്കെൻ്റെ ഭാര്യമാരെ ഇഷ്ടമാണ്. എന്നാൽ ഈ സുഗന്ധത്തെക്കാളും എൻ്റെ ഭാര്യമാരെക്കാളും എൻ്റെ കണ്ണിൻ്റെ കുളിർമ എന്ന് പറയുന്നത് എൻ്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കുന്ന എൻ്റെ നിസ്കാരമാണ്. എൻ്റെ നിസ്കാരമാണ് എൻ്റെ കൺകുളിർമ. എൻ്റെ നിസ്കാരം എന്നത് എൻ്റെ ഏറ്റവും വലിയ ആനന്ദമാണ്. ആ ആനന്ദത്തോളം എത്തില്ല സുഗന്ധവും എൻ്റെ ഭാര്യയും. നോക്കണം, അതിനേക്കാളുമൊക്കെ ഏറ്റവും ആനന്ദദായകം സ്രഷ്ടാവിനോടൊരു സൃഷ്ടിക്ക് തോന്നുന്ന വിധേയത്വമാണെന്ന് ലോകത്തെ പഠിപ്പിച്ച റസൂലാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കങ്ങനെ തോന്നാറുണ്ടോ? നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു നമ്മുടെ ഒരു മെഹബൂബാണ്, അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടോ? അള്ളാഹു നമ്മുടെ മെഹബൂബാണ്, എനിക്കിഷ്ടപ്പെട്ട ആൾ എൻ്റെ റബ്ബാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞാൽ എൻ്റെ ദീനാണ്, പിന്നെ എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ്. ഈ ഒരു ഹയറാർക്കി സ്നേഹത്തിൻ്റെ വിഷയത്തിൽ, നമ്മുടെ വിധേയത്വത്തിൻ്റെ വിഷയത്തിലുണ്ടെങ്കിൽ ദീനിനൊരു മധുരമുണ്ട്, ഇസ്ലാമിനൊരു മധുരമുണ്ട്. ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد نبيا. എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് മനസ്സുകൊണ്ട് പൊരുത്തപ്പെടുകയും മുഹമ്മദ് റസൂലുള്ളാഹി എൻ്റെ റസൂലാണെന്ന് ഖൽബ് കൊണ്ട് പൊരുത്തപ്പെടുകയും ഇസ്ലാം എന്തൊക്കെ നിഷ്കർഷിക്കുന്നുണ്ടോ, ചെയ്യണമെന്ന് പറഞ്ഞോ അത് ചെയ്യാനും, ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കാനും എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിയിരിക്കുന്നുവെന്ന്, എൻ്റെ ഇസ്ലാം എനിക്ക് ഇഷ്ടമാണ് എന്ന് ആരുടെയൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടോ, ഈ മൂന്ന് വിഷയങ്ങൾ മനസ്സിൽ ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ മധുരം നുണയാൻ അവർക്ക് സാധിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസത്തിനൊരു മധുരമുണ്ട്, ഈമാനിനൊരു മധുരമുണ്ട്, നോമ്പിനൊരു മധുരമുണ്ട്, ഖുർആൻ ഓതുന്നതിന് മധുരമുണ്ട്, മഗ്രിബിൻ്റെ നേരത്തെ തസ്ബീഹിനൊരു മധുരമുണ്ട്, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് തഹജ്ജുദിനൊരു മധുരമുണ്ട്, മജ്ലിസുൻ നൂറിനൊരു ആനന്ദമുണ്ട്, സ്വലാത്തിൻ്റെ മജ്ലിസുകൾക്ക് എന്തെന്നില്ലാത്തൊരു അത്യാവേശമുണ്ട്. ആ മധുരം അറിയണമെങ്കിൽ അല്ലാഹുവും റസൂലും ദീനും എനിക്ക് പൊരുത്തമാണെന്ന് ഖൽബിൽ ബോധിച്ചവർക്കേ ഉണ്ടാകൂ. സുബ്ഹാനല്ലാഹ്. അത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ് വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും മിൻഹുമുൽ മുഅ്മിനൂന വഅക്തറുഹുമുൽ ഫാസിഖൂൻ. സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നല്ല സമൂഹമാണ്. കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല സമൂഹമാണ് നിങ്ങൾ. ഉഖ്രിജത് ലിന്നാസ്, ലോക മനുഷ്യർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന മുസ്ലിമുകളെ നോക്കണേ, അവരെ നോക്കി പഠിക്കണം, അവരന്തസ്സുള്ളവരാണ് എന്ന് മറ്റുള്ളവർ പറയത്തക്ക വിധം അന്തസ്സോടെ ജീവിക്കേണ്ടവരാണ് നിങ്ങൾ. നിങ്ങളും മറ്റുള്ളവരും ഒരുപോലെയാകരുത്. ഖുർആൻ പറയാ, നമ്മളൊരു റോൾ മോഡൽ ആയിട്ടാണ് പടച്ചവൻ നമ്മളെ പറഞ്ഞയച്ചത്. സുബ്ഹാനല്ലാഹ്. വലിയൊരളവോളം ഈ ദീൻ അത് ചെയ്യുന്നുണ്ട്. ഞാൻ കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്. കുരുത്തക്കേടൊക്കെ എല്ലാ സമൂഹത്തിലും, എല്ലാ നാട്ടിലും, എല്ലാ കാലഘട്ടങ്ങളിലും കുരുത്തക്കേട് ചെയ്യുന്ന മക്കളുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അവരേറ്റവും നല്ല സ്വാലിഹ്യങ്ങളായി മാറും ചെയ്യും. ചിലരൊക്കെ ആ യൗവനത്തിൻ്റെ ഒരു പൊട്ടിത്തെറിപ്പിൻ്റെ കാലം കുറച്ച് പൊട്ടിത്തെറിച്ചു പോകും. ഉമ്മയും വാപ്പയൊക്കെ വല്ലാണ്ട് വിഷമിക്കും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ അതേ മോൻ നന്നായിട്ട് തിരിച്ചു വരും. എന്തേ? വീട്ടിൽ നിന്ന് കിട്ടിയ തർബിയത്തിൻ്റെ ഗുണമാണത്. അള്ളാഹു നമ്മളോട് അരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞ ഹറാമുകൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ, വളരെ കുറച്ചുള്ളൂ അല്ലേ? കള്ളുടിക്കരുത്, വ്യഭിചരിക്കരുത്, ഷിർക്ക് ചെയ്യരുത്, പലിശ തിന്നരുത്, കൊടുക്കരുത്,
വഞ്ചിക്കരുത്, നുണ പറയരുത്, അപഹരിക്കരുത്, കൊലപാതകം ചെയ്യരുത്, മറ്റുള്ളവരെ ഹനിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്. ഈ പറഞ്ഞതൊക്കെ മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങളല്ലാതെ എന്താണ്? അല്ലേ? നമ്മുടെ ആഘോഷങ്ങള്, മദ്യപാനം മുസ്ലിമീങ്ങൾക്ക് ഹറാമാണ്, അല്ലേ? നമ്മൾ മദ്യപിക്കുന്നവരല്ല, മദ്യപിക്കാൻ പാടുള്ളതുമല്ല. പക്ഷെ മദ്യപിക്കാതെ ഒരു എൻജോയ്മെന്റ്, ഒരു എന്റർടൈൻമെന്റ് ഇല്ലാത്ത എത്ര സമൂഹങ്ങൾ ലോകത്തുണ്ട്. അവർക്ക് ചെറിയൊരു പാർട്ടിയാണെങ്കിൽ അവിടെ കുപ്പി പൊട്ടിക്കണം, അല്ലേ? അങ്ങനെ അവർക്ക് ആഘോഷിക്കാൻ പറ്റൂ. പക്ഷേ മുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽ, ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ പടച്ചവന് വിധേയപ്പെട്ട ആൾക്കാണ് മുസ്ലിം. ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, those who submit themselves in front of the command of Allah. അള്ളാഹുവിൻ്റെ നിയമത്തിന് വിധേയപ്പെടുന്നവനെയാണ് മുസ്ലിം എന്ന് വിളിക്കുക. അവരുടെ പേരിട്ടിട്ട് കാര്യമില്ലല്ലോ. പേരിട്ട മുസ്ലിം ആവുമോ? ഇപ്പം നൈക്കിൻ്റെ ടീഷർട്ടൊക്കെ ഇട്ടാൽ പിന്നെ ഓൻ ആരോഗ്യം ഉണ്ടാവുമോ? നൈക്കിൻ്റെ പാൻറ്റും നൈക്കിയുടെ ഷൂ, നൈക്കിയുടെ ട്രൗസറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക, ഭയങ്കര സ്പോർട്ടിയാന്ന് തോന്നാൻ വേണ്ടി. ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല, റണ്ണിങ്ങും ഇല്ല, ജോഗിങ്ങും ഇല്ല, ഫുട്ബോളും ഇല്ല, കളിയില്ല, ജിമ്മും ഇല്ല. നൈക്കിൻ്റെ കുപ്പായങ്ങളൊക്കെ ഇട്ട്, അഡിഡസിൻ്റെ കുപ്പായൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. വല്ല കാര്യമുണ്ടോ? അങ്ങനത്തെ മുസ്ലിമീങ്ങളുണ്ടാവില്ല. കണ്ടാൽ അങ്ങനെയാണ്, പക്ഷേ സംഗതി ഒന്നുമില്ല ഉള്ളിൽ. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ലേബലല്ല വേണ്ടത്, ക്വാളിറ്റിയാണ് വേണ്ടത്. മുസ്ലിമീങ്ങളിൽ മദ്യപാനമില്ലാതെ ആഘോഷിക്കാൻ മനുഷ്യന് സാധിക്കുമെന്ന് മുസ്ലിമീങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതൊരു സത്യമല്ലേ? എങ്ങനെയെന്നറിയോ? ഹറാമായ മദ്യത്തിന് പകരം ഹലാലായ ഇഷ്ടം പോലെ ഭക്ഷ്യവിഭവങ്ങൾ നമ്മുടെ ഷെഫുമാർ കണ്ടെത്തി, നമ്മുടെ വീടുകളിൽ പെണ്ണുങ്ങൾ കണ്ടെത്തി, നമ്മുടെ വിഭവങ്ങളിൽ ഇഷ്ടം പോലെ ഹലാൽ ഭക്ഷണങ്ങൾ നിരത്തി വെച്ചു. പിന്നെ കള്ളിൻ്റെ ആവശ്യമില്ല. കള്ളുടിയന്മാർക്ക് ഇനി എന്ത് നിരത്തി വെച്ചാലും അല്ല കള്ളിനെ പോവുള്ളൂ. അത് കുടിച്ചാൽ പിന്നെ പൂസായി, പിന്നെ ബോധം ഉണ്ടാവില്ല, ഭക്ഷണമൊക്കെ ബാക്കിയാവും ചെയ്യും. ഇത് ബോധമുള്ള മനുഷ്യന്മാർ വന്നിട്ട് രുചികരമായ നല്ല ഹലാൽ ഭക്ഷണങ്ങൾ, എത്ര വലിയ റിസർച്ചുകൾ നടന്നു ലോകത്ത്. ഭക്ഷണങ്ങളുടെ വെറൈറ്റികൾ വന്നത് മുസ്ലിം ഉമ്മത്തുകൾ പ്രതിനിധാനം ചെയ്യുന്ന കൂട്ടായ്മകളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നുമാണ് നല്ല നല്ല ഭക്ഷണങ്ങൾ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് അള്ളാഹു ചിലത് ഹറാമാക്കിയപ്പോൾ ഹലാലിൻ്റെ വഴികളിലൂടെ നമ്മൾ ശരിക്കാഴത്തിലങ്ങ് ഇറങ്ങിച്ചെന്നപ്പോൾ ഒരുപാട് ഹലാൽ വെറൈറ്റികൾ പടച്ചോ നമുക്ക് കാണിച്ചു തന്നു. അന്തസ്സിൽ നമ്മൾ പരിപാടികൾ നടത്തുന്നില്ലേ? ഇതൊരു നല്ല കാര്യമാണ്. പലിശ പാടില്ല എന്ന് പറഞ്ഞു. അള്ളാഹു പലിശ നിരോധിച്ചപ്പോൾ തൊട്ടിപ്പുറത്ത് പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾക്ക് കച്ചവടം അള്ളാഹു അനുവദിച്ചിരിക്കുന്നു. ഒരു മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ കച്ചവടം ചെയ്യുന്നവരാണ്, ബിസിനസ്സുകാരാണ്. പലിശ എന്ന് പറഞ്ഞാൽ ഉള്ള പൈസയെ ഇരട്ടിപ്പിക്കലാണ്. 1000 കൊടുത്തിട്ട് എനിക്ക് 1100 വേണമെന്ന് പറയാം. പൈസ എങ്ങനെയാ സ്വയം പെരുകുന്നത്? പണം പെരുകണമെങ്കിൽ, അല്ലെങ്കിൽ പൈസ വർദ്ധിപ്പിക്കണമെങ്കിൽ, സമ്പത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ അവിടെ വർക്ക് വേണം, ക്രിയേറ്റിവിറ്റി വേണം. ഇതാണ് ഇസ്ലാം പറയണത്. എല്ലാവരും 1 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് ആ 1 കോടി 2 കോടി ആക്കാൻ വേണ്ടി എല്ലാവരും പലിശക്ക് കൊടുത്താൽ ഇവിടെ ആരാ അധ്വാനിക്കുക? ആരാ ഇവിടെ ജോലിക്ക് പോവുക? ആരാ കച്ചവടം ചെയ്യുക? പൈസ ഒറ്റയ്ക്ക് വളരുമോ? പൈസ ഒറ്റയ്ക്ക് പൈസയായിട്ട് വളരുമോ? ഇല്ലല്ലോ. പൈസയെ സ്വയം വളർത്തുന്ന പരിപാടിയാണ് പലിശ എന്ന് പറയുന്നത്. ഇസ്ലാം അതിനെതിരാണ്. കാശ് കൂട്ടിവെക്കരുത്. സമ്പത്ത് സമ്പന്നന്മാർ അത് ഒരുമിച്ച് കൂട്ടിവെക്കരുത്. സമ്പത്ത് ജനങ്ങളിൽ ഒഴുകണം, സമൂഹത്തിൽ പുരോഗതി ഉണ്ടാവണം, പ്രോഗ്രസ് ഉണ്ടാവണം, ബിസിനസ് ചെയ്യണം. അപ്പൊ മുസ്ലിമീങ്ങൾ പലിശ പരിപാടി നിർത്തി. അവർ ചെയ്യുന്നില്ല, അവർ കച്ചവടം തുടങ്ങി. നന്നായിട്ട് കച്ചവടം ചെയ്യും. എവിടെ ചെന്നാലും ബിസിനസ്, അല്ലേ? ചന്ദ്രനിൽ പോയി ഇറങ്ങിയാലും ചിലപ്പോൾ കടുപ്പത്തിൽ ചായ വേണോന്ന് ഇപ്പോൾ ചോദിച്ചെന്ന് വന്നേക്കാം. നമ്മൾ അങ്ങനെ അത്രക്ക് ബിസിനസ് ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ ബിസിനസ് പൊളിഞ്ഞു വിചാരിക്കുക, ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേത് അള്ളാഹുവിന്റെ ഖദറിലും ഖലായിലും വിശ്വസിക്കുന്നവരാണ്. കച്ചവടം ചെയ്ത് പൊളിഞ്ഞു, വീണ്ടും കച്ചവടം ചെയ്യും, വീണ്ടും പൊളിയും, വീണ്ടും അള്ളാഹ് കണക്കാക്കിയാൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുന്ന ഒരു നല്ല സംസ്കാരം ഈ ഉമ്മത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളായിട്ട് ഇനി ഇല്ലാണ്ടാക്കരുത്. മദ്യപാനവും മ്യൂസിക്കും ലൈവ് ഡാൻസുകളും കാബറെ നൃത്തങ്ങളും റോക്ക് ഡാൻസുകളും റാപ്പ് മ്യൂസിക്കുകളും ഉണ്ടെങ്കിലേ ആനന്ദമാകൂ എന്ന് ധരിച്ചു വെച്ചവർക്ക് ഹലാലിൻ്റെ ഓപ്ഷനുകൾ കൊടുക്കാൻ നമ്മുടെ മക്കളുടെ കഴിവുകൾക്ക് സാധിക്കണം, അവരുടെ ടാലന്റുകൾക്ക് സാധിക്കണം. ഭക്ഷണത്തിലെ വെറൈറ്റികൾ ഈ ഉമ്മത്തെ എക്സ്പ്ലോർ ചെയ്തതാണ്.
മറ്റു സമുദായങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഞാനതിന് ഇല്ല എന്ന് പറയല്ല, അല്ലെങ്കിൽ ചെറുതായി കാണുകയല്ല. പക്ഷേ ഈ ഉമ്മത്ത് അങ്ങനെയാണ്. കോഫി ഉണ്ടായത് അങ്ങനെയാണെന്ന് പറയാം. കോഫിയുടെ ഉത്ഭവത്തെ സംബന്ധിച്ചുള്ളൊരു സ്റ്റഡി ഉണ്ട്. എങ്ങനെയാണ് അറബ് നാടുകളിൽ അറബ് ഗാവ, അതാണ് നമ്മൾ അറബികളുടെ കോഫി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവരെ കൊണ്ടുപോയി കടക്ക് ചായ നമ്മൾ മലയാളികൾ കൊണ്ടുപോയി കുടിപ്പിച്ചതാ. അറബികൾക്ക് ചായ അറിയില്ലായിരുന്നു. അവർ കട്ടൻ ചായ തുർക്കികൾക്കറിയാം. നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ കുടിക്കുന്ന മധുരമില്ലാത്ത ചായ തുർക്കികൾ കുടിക്കാറുണ്ട്, പേർഷ്യക്കാർ കുടിക്കാറുണ്ട്, ഇറാനിൻ്റെ ഖുറാസാനിൻ്റെ മേലോട്ടുള്ള രാജ്യങ്ങളൊക്കെ. പക്ഷേ ഈ പാല് പാർന്നിട്ടുള്ള ഈ ചായ നമ്മൾ മലയാളികൾ അറബികളെ കൊണ്ടുപോയി കുടിപ്പിച്ചു. ഇപ്പോൾ അവർക്ക് ചായ ഇല്ലാണ്ട് വയ്യാണ്ടായിപ്പോയി. അവർക്ക് കോഫിയെ അറിയുമായിരുന്നുള്ളൂ. കോഫി എന്ന് പറയുന്നത് തങ്ങളുടെ കൂടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ലഹരിക്ക് വേണ്ടി ആൽക്കഹോളിനെ സമീപിക്കുമ്പോൾ കോഫിയിലെ കഫീന് കൊണ്ടുണ്ടാകുന്ന ചെറിയ ഒരു ഉന്മേഷം, അത് ഹലാലാണ്. ആ ഹലാല് കൊണ്ട് ഒരു ഹറാമിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമായി വളർന്നു വന്നതാണ് അറബ് നാടുകളിൽ ഈ ഗാവ കുടിക്കുന്നതും കോഫി കുടിക്കുന്നതുമായി ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാർബക്സ് കോഫിനെ കുറിച്ചോ ടിം ഹോർട്ടൺ കോഫിയെ കുറിച്ചോ ഒന്നല്ല ഞാൻ പറയുന്നത്. അവർ കാപ്പിക്കുരു തിളപ്പിച്ചെടുത്ത് മധുരമില്ലാതെ ഈത്തപ്പഴവും കൂട്ടി കുടിച്ചിരുന്ന ഒരു ഗാവയുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് ആൽക്കഹോളിന് ബദലായിട്ട് ഒരു സംസ്കാരം വളർത്തിയെടുത്തതാണത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഹലാലുകൾ അനന്തമാണ്, ഹറാമുകൾ കുറച്ചുള്ളൂ. ഖുൽ ഇന്നമാ ഹറമ റബ്ബി, എൻ്റെ റബ്ബ് ഹറാമായത്, തആലൂ അത്ലു അലൈക്കും മാ ഹറമ റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് ഹറാമാക്കിയത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്ന് പറഞ്ഞു തീർക്കാവുന്നതാണ് ഹറാമുകൾ, പക്ഷെ ഹലാലുകൾ പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല സമൂഹമാണ്. നമ്മുടെ വിവാഹങ്ങൾ, നമ്മുടെ സദ്യകൾ, നമ്മുടെ സൽക്കാരങ്ങള് വഴിവിട്ടു പോകരുത്. ഹലാലിന്റെ ബൗണ്ടറിയിൽ നിന്നും ഹറാമിലേക്ക് കടന്നു പോകരുത്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. സൂറത്ത് തൗബയിൽ അല്ലാഹു വേറൊരു കാര്യം പറഞ്ഞു. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله والمؤمنون والمؤمنات. അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഔലിയാഉ ബഅദ്, അവരവരുടെ ഈമാനിന്റെ പ്രഭ കൊണ്ട് പരസ്പരം ഇൻസ്പയർ ചെയ്യേണ്ട ആളുകളാണ്. ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ച് അച്ചടക്കത്തോടെ നടക്കുമ്പോൾ ആ കുട്ടി കാരണം മറ്റു കുടുംബങ്ങളിലേക്ക് ഹിജാബിനെ കുറിച്ചുള്ളൊരു ഇംപ്രഷൻ വരണം. അതില്ലാത്ത കുട്ടികൾ അതിലേക്ക് വരണം. ആ കുട്ടിയുടെ സംസ്കാരം കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാവണം. മുഅ്മിനീങ്ങൾ പരസ്പരം ഈമാനിന്റെ വിഷയത്തിൽ സഹായിക്കുന്നവരാണ്. ആണുങ്ങൾ അങ്ങനെയാണ്, പെണ്ണുങ്ങളും അങ്ങനെയാണ്. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്ത് ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. സമൂഹത്തിൽ നന്മകൾ ഉണ്ടാകണം, തിന്മകൾ ഉണ്ടാകരുത് എന്ന് പറയുന്നവരാണ് സത്യവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും. സ്വയം നന്നാവുക മാത്രമല്ല, മറ്റുള്ളവരെ നന്നാക്കുക കൂടി ചെയ്യേണ്ടവരാണ് ഈ സമൂഹം. ഇതിനാണ് നമ്മുടെ മസ്ജിദുകൾ വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ മസ്ജിദുകൾ നിലകൊള്ളുന്നത് ആ സംസ്കാരം വിളിച്ചറിയിക്കാനാണ്. നന്മയിലേക്ക് വരണം. ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. രാത്രി ഇങ്ങനെ തണുത്തുറഞ്ഞ്, വയനാടിൻ്റെ തണുപ്പ് സുബഹി നേരത്ത് ഇങ്ങനെ മൂടി ഉറക്കത്തിൻ്റെ ആഴത്തിലേക്ക് മനുഷ്യനിങ്ങനെ അറിയാതെ ഡീപ്പ് സ്ലീപ്പിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് പള്ളിമുനാരങ്ങളെന്ന് വിളിച്ചു പറയാൻ ഹയ്യ അലസ്വലാ, അസ്വലാത്തു ഖൈറും മിനൻ നൗം.
ആ വാക്കുകൾ തന്നെ എന്തൊരു മനോഹരാണ്. അസ്വലാ, അല്ലാഹുവിനോട് നിങ്ങൾ ചെയ്യുന്ന അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയുള്ള ഔദ്യോഗികമായ റബ്ബിന്റെ മുമ്പിലുള്ള മീറ്റിങ്ങിന് വിളിക്കുകയാണ് നിങ്ങളെ. ഖൈറുൻ, പടച്ചവനോട് ആ നിങ്ങൾ സംസാരിക്കുന്ന നിസ്കാരം എന്ന റബ്ബിനോടുള്ള സംഭാഷണമാണ്. ഖൈറും മിനൻ നൗം, നിഷ്ക്രിയരായി നിങ്ങൾ ഉറങ്ങുന്നതിനേക്കാളും എത്രയോ നല്ലത് എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. അതുകൊണ്ട് ഹയ്യ അലസ്സലാഹ്, നിസ്കരിക്കാൻ വരണേ, പ്രാർത്ഥന മറന്നു പോവല്ലേ. ഹയ്യ അലൽ ഫലാഹ്, അത് വിജയത്തിന്റെ വഴിയാണ്, വിജയത്തിലേക്ക് വരേണമേ. ഇത് വിളിച്ചു പറയാണ് നമ്മുടെ മസ്ജിദുകള്. നന്മയിലേക്ക് വിളിക്കുകയും തിന്മകളെ വിരോധിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. വയുഖീമൂന സ്വലാഹ് വയുഅ്തൂന സകാത്ത്, സകാത്ത് കൊടുക്കുന്നവരാണ്, നിസ്കാരം നിലനിർത്തുന്നവരാണ്. പൈസയോട് ആർത്തിയില്ല എന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയാവണം. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആണ് എന്ന് ഞാൻ വിചാരിക്കട്ടെ. പൈസയോട് ആർത്തി പാടില്ല. സമ്പത്തുണ്ടാക്കണം ഹലാലിലൂടെ, പക്ഷെ ആർത്തി പാടില്ല, പിശുക്ക് പാടില്ല. നമുക്ക് പലിശ പാടില്ലെന്ന് പറഞ്ഞപ്പോ നമ്മൾ ദാനശീലം വർദ്ധിച്ചവരാണ്, ധാരാളം കൊടുക്കുന്നവരാണ്, അതിന് മടിയില്ല. യൂസുഫ് അലി സാഹിബൊക്കെ സംസ്ഥയുടെ സമ്മേളനത്തിൽ എത്ര 7 കോടിയോ ഞാൻ എത്ര വേണമെങ്കിലും കൂടുതൽ ഇനി തരട്ടോ. ഇതൊന്നും എല്ലാവർക്കൊന്നും പറയാൻ കഴിയില്ല. ഉള്ള ആളുകൾക്ക് തന്നെ ആ ഒരു പെട്ടെന്നങ്ങ് വരൂല. എൻ്റെ സെക്രട്ടറിയോട് ചോദിക്കട്ടെ, എൻ്റെ ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം ഒന്ന് എടുക്കട്ടെ, അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെ പറയേണ്ടി വരും. ഏയ്, അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്, പടച്ചവൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. ദാനശീലം ഈ ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദാനം റമളാനിൽ എൻ്റെ വേളൊക്കെ പിന്നെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. തൊയ്യബേസി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത്, വടകരക്കാരൻ, ഒരു ചെറിയ ഗ്രൂപ്പ്, കുറച്ച് ആളുകളൊക്കെ. അവർ എല്ലാ റമളാനിലും കുറച്ച് റമളാൻ കിറ്റുകൾ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ മാത്രം കൂടിയിട്ട് സ്വരൂപിച്ചിട്ട് ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് എത്തിച്ചു. ഇപ്പോൾ നാളെ 14-ാം തീയതി നാളെ അതിൻ്റെ വിതരണം തുടങ്ങാൻ, റമളാനാകുമ്പോഴേക്കും ഒരുപാട് ആളുകൾ ദാനം ചെയ്യാൻ. റമളാനാകുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ഇഫ്താർ പരിപാടികൾ നടക്കും. എത്രയോ സംഗമങ്ങൾ, മസ്ജിദുകളിൽ ഇഫ്താറുകൾ, അങ്ങാടികളിൽ, പൊതുനിരത്തുകളിൽ. ഗൾഫ് നാടുകളൊക്കെ സിഗ്നലുകളിൽ ആളുകൾ സ്പീഡിൽ ഓടിച്ച് ഇഫ്താറിന് വേണ്ടി വീട്ടിലെത്താൻ ഓടുമ്പോഴാ ഇഫ്താർ കിറ്റുകൾ സിഗ്നലുകൾ, ട്രാഫിക് സിഗ്നലിൽ പോലീസുകാർ വിതരണം ചെയ്തു കൊടുക്കുകയാണ് എല്ലാ വണ്ടിക്കാരും. അത് ഏത് ജാതി മനുഷ്യനാണോ, നോമ്പുണ്ടോ ഇല്ലേ, അവർക്കൊക്കെ കൊണ്ടുപോകാം. മസ്ജിദുകളുടെ മുമ്പിലൊക്കെ വലിയ വലിയ ടെന്റുകൾ, ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഇഫ്താർ കഴിച്ചു പോവാൻ. ആരും ചോദിക്കൂല അവിടെ നീ മുസ്ലിമാണോ, നോമ്പിട്ടുണ്ടോ, ഒന്ന് ഫാത്തി ഓതിക്കൊന്നുമില്ല. അവിടെ ആർക്കും വന്ന് കഴിച്ചു പോകാം. സുബ്ഹാനല്ലാഹ്. ഇതുപോലെയുള്ള നല്ല സംരംഭങ്ങൾക്ക് സഹായിച്ച ആളുകൾ, ഞാൻ അല്ലാഹു അക്ബർ ഗ്രൂപ്പിൻ്റെ അവർ അഡ്മിൻ, അവർ ചെയ്ത സേവനം ഓർക്കുകയാണ്. അല്ലാഹു അത് സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ, അവരുടെ നന്മകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. നൈജീരിയയിൽ എൻ്റെ സുഹൃത്ത് സയ്യിദ് ഹുദവി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് മസ്ജിദുകൾ, ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്കുള്ള ഇഫ്താർ ഈ വർഷവും നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വലിയ വിജയമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തൗഫീഖ് നൽകട്ടെ. അവരൊക്കെ സത്യസന്ധരായ നൈജീരിയക്കാരായ പ്രവർത്തകരും അവിടുത്തെ ആലിമീങ്ങളും സയ്യിദ് ഹുദവിയുടെ കൂടെ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസവും ഇഫ്താറിനുള്ള സൗകര്യം ഒരുക്കുകയാണ്. അല്ലാഹു ഇതിനൊക്കെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. ഈ വർഷത്തിലും സഹായിക്കാൻ പോകുന്നവർ, നമ്മുടെ നാടുകളിലെ എല്ലാ നന്മകൾക്കും കൂടെ നിൽക്കുന്ന മുസ്ലിം ബഹുജനങ്ങൾ, അല്ലാഹുവിൻ്റെയൊക്കെ എല്ലാ നന്മകളെയും അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മുസ്ലിം ഉമ്മത്ത് ദാനത്തിൻ്റെ ഉമ്മത്താണ്, ഔദാര്യത്തിൻ്റെ ഉമ്മത്താണ്. ഈ ഉമ്മത്ത് പിശുക്കിൻ്റെ ആളുകളല്ല. ഈ ഉമ്മത്ത് സമ്പത്ത് വാരിക്കൂട്ടണമെന്ന ആർത്തിയുള്ള ആളുകളല്ല. പിന്നെയോ അത് അല്ലാഹുവിൻ്റെ വഴിക്ക് കൊടുക്കേണ്ടവരാണ്. വയുഅ്തൂന സകാത്ത് കൊടുക്കേണ്ടവരാണ്. വഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. പാവപ്പെട്ട ആളുകൾക്ക് മുസ്ലിമിന്റെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. വൽ മഹ്റൂം, സായിൽ ചോദിച്ചു വരുന്നവർക്കും, വൽ മഹ്റൂം ഇല്ലാത്ത പാവപ്പെട്ടവർക്കും ഒരു മനുഷ്യന്റെ സമ്പത്തിൽ അവകാശമുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ ഉമ്മത്ത്
ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്. നമ്മൾ പരസ്പരം കൈകോർത്ത് പിടിച്ച് സഹായിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. മുഅ്മിനീങ്ങൾ ഈമാനിന്റെ വിഷയത്തിൽ പരസ്പരം സഹായിക്കണം. അല്ലാത്ത വിഷയത്തിൽ സഹായിക്കാനൊക്കെ ഒരുപാട് യൂട്യൂബർമാരും വ്ളോഗർമാരൊക്കെ ഉണ്ട്. ഈമാന്റെ വിഷയത്തിൽ സഹായിക്കാൻ ആളുകളില്ല, കുറവാണ്. എന്നാലും നല്ല മക്കള് നന്നായിട്ട് ചില വീഡിയോകളൊക്കെ ചെയ്തിട്ട്, ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടൊക്കെ ദീനിൻ്റെ ചിന്തകളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളും ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കാണുന്നുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹു അതിൽ നന്മ ചെയ്യുന്നവർക്കൊക്കെ ഖൈർ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വയുതീഊന അല്ലാഹ വറസൂല. അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾ ഉലൈക സയർഹമുഹുമുല്ലാഹ്. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരെ അവരെ അല്ലാഹു റഹ്മത്ത് ചെയ്യും, അവരെ അല്ലാഹു റഹ്മത്ത് ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഈ ഉമ്മത്തിൻ്റെ സമ്പാദ്യം ഹലാലാവണം, നമ്മുടെ വസ്ത്രം ഹലാലാവണം, നമ്മുടെ ഭക്ഷണം ഹലാലാകണം, ജോലി ഹലാലാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. يا أيها الرسل كلوا من الطيبات واعملوا صالحا إن الله أمر المؤمنين بما أمر به المرسلين. പ്രവാചകന്മാരോട് എന്താണോ പറഞ്ഞത് അതാണ് മുസ്ലിം ബഹുജനങ്ങളോടും അല്ലാഹുവിന് പറയാനുള്ളത്. യാ അയ്യുഹർ റസൂൽ, പ്രവാചകന്മാരോട് മാത്രം അല്ലാഹുവിൻ്റെ ഒരു അഡ്രസ് ഉണ്ട്. അത് മുഅ്മിനീങ്ങളോടും അത് തന്നെയാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു സംശുദ്ധിയുള്ളവനാണ്, ശുദ്ധമായതും പവിത്രമായതും മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്മാരോട് എന്താണോ നിഷ്കർഷിച്ചത് അതുതന്നെയാണ് മുഅ്മിനീങ്ങളോടും നിഷ്കർഷിച്ചിരിക്കുന്നത്. എന്താ പ്രവാചകനോട് പറഞ്ഞെന്നറിയോ? യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅ്മലൂ സ്വാലിഹാ. കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണമേ. നല്ല ഭക്ഷണം, ത്വയ്യിബാത്. ഹലാലിൽ നിന്നും ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്തതാണ് ത്വയ്യിബാത്ത്. ഇപ്പോൾ ജങ്ക് ഫുഡ് ഹലാലല്ലേ എന്ന് ചോദിച്ചാൽ ഹലാലാണ്. ത്വയ്യിബാണോ? ത്വയ്യിബല്ല. നമുക്ക് ഹെൽത്തി ആണോ? അത് ഹെൽപ്ഫുൾ ആണോ? അല്ല. ആണോ? കുറേ എണ്ണയിൽ പൊരിച്ചെടുത്തതും പാതിരാക്കൊക്കെ പോയിട്ട് 2 മണി 3 മണിക്ക് പോയിട്ട് പൊറോട്ടയും ബീഫ് അടിച്ചു പോരുക. അപ്പോൾ ഹലാലാണോ? ഹലാലാണ്. ത്വയ്യിബാണോ? ആ നേരത്തത് ത്വയ്യിബല്ല. രാത്രിയാകുമ്പോൾ ലൈറ്റ് ഫുഡ് കഴിക്കേണ്ട സമയമാണ്. അവിടെ പോയിട്ട് ഹെവി ആയിട്ട് ഫുഡ് അടിച്ചു പോരുക. ഇതൊക്കെ കഴിച്ചിട്ട് മേലെ ഒരു കപ്പ് നിറയെ ഐസ്ക്രീമും കഴിക്കുക. പടച്ചോനെ, എത്ര കലോറിയാണ് നമ്മൾ അകത്താക്കുന്നത്. അങ്ങനെ മനുഷ്യൻ ഭക്ഷണം അനിയന്ത്രിതമായി ആഹരിക്കുന്നുണ്ട്. ത്വയ്യിബല്ലാത്തത്. ഇപ്പം നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, ഈ കോള, പെപ്സി അതൊക്കെ പറയില്ലേ, ഹലാലാണോ? ഹലാലാണ്. ത്വയ്യിബാണോ? ഡോക്ടർമാർ പറയുന്ന അവരുടെ റിവ്യൂകളൊക്കെ നോക്കണം. ഇത് നല്ലതാണോ? അല്ലേ? നല്ലതല്ലേ? ത്വയ്യിബല്ല. അത് ഹലാലാണ്, കുറ്റൊന്നും കിട്ടൂല. പക്ഷെ അള്ളാഹുവിനിഷ്ടം നിങ്ങൾ ത്വയ്യിബ് കഴിക്കുന്നതാണ്. നിങ്ങളുടെ തടിക്ക് കേടുവരാത്ത ഭക്ഷണം കഴിക്കുക. കൊളോണിയൽ രാജ്യങ്ങളുടെ കുത്തക പ്രൊഡക്റ്റുകൾ കഴിക്കൽ അതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ ഒരു കാലത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ? കുറേ ഒരു ഹെൽത്തി കൺസെപ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. വരണം, ത്വയ്യിബ് കഴിക്കണം. ഹലാല് മാത്രം പോരാ, മനുഷ്യൻ ത്വയ്യിബിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഹെൽത്തി ആയിരിക്കണം, ഹാംഫുൾ ആവരുത്. ശരീരത്തിൽ നമ്മുടെ ഹാർട്ട് അടിച്ചു പോകുന്നത്, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ പാൻക്രിയാസിനെ തകർക്കുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ നല്ല നിലക്കുള്ള സംവിധാനങ്ങളെ തകർത്ത് കളയുന്നത്. ചെറിയ കുട്ടികളൊക്കെ വളരെ ചെറുപ്പത്തിൽ ഡയബറ്റിക്കായി പോവാണ്. എന്തേ? ഇപ്പോഴത്തെ ചോക്ലേറ്റുകളുടെ ഷുഗറി കണ്ടന്റുകൾ. ഇപ്പോൾ ഒരു ചോക്ലേറ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ നിന്നപ്പോൾ കൊട്ടയിലൊക്കെ കുറേ തോണിയിലും കൊട്ടയിലും ലോറിയിലൊക്കെ ചോക്ലേറ്റ് കൊടുക്കുന്ന പരിപാടി എന്ന് തോന്നുന്നല്ലേ. ഏതോ ചോക്ലേറ്റ് കച്ചവടക്കാരനെ ഒരു ഐഡിയ ഉണ്ടാക്കിയതാണ്. ഇവിടെ നാട്ടിലാരും വാങ്ങാത്തിരുന്നപ്പോൾ
അതങ്ങ് ട്രെൻഡായി മാറി. ആരാ ഇതൊക്കെ കഴിക്കണത്? ഒരു ചോക്ലേറ്റ് പീസ് ഒരു ദിവസം കഴിച്ചാൽ പിന്നെ 2 ദിവസത്തിന് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല എന്ന്. അത്രക്ക് ഷുഗർ കണ്ടൻ്റുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ വെറുതെ കൊണ്ടുപോയി മനുഷ്യൻ നശിപ്പിക്കുകയോ വേസ്റ്റാക്കുകയോ ഈ ചെറിയ മക്കൾ ഇങ്ങനത്തെ എടുത്ത് തിന്നും. ചെറിയ മക്കൾ ഡയബറ്റിക്കുകളാകാൻ, ചെറിയ മക്കൾ ഇൻസുലിൻ ഉപയോഗിക്കുന്ന മക്കളുണ്ട്. എന്തേ? നമ്മുടെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന പോലെ മിഠായികളല്ല ഇപ്പോഴത്തേത്. ഹൈലി ഷുഗർ കണ്ടന്റ് ആണ് അതിൽ, വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ തൊയ്യിബേ മക്കൾക്ക് കൊടുക്കാവോ? മക്കളിപ്പോൾ ചോദിച്ചെന്ന് വരും. ചില ചിപ്സുകൾ അങ്ങനെയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും, മക്കൾ അഡിക്റ്റായി പോകും. പക്ഷെ അത് തൊയ്യിബല്ല, ഹാംഫുൾ ആണ്. അതിൻ്റെ കളേഴ്സ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിന് ടേസ്റ്റിന് ഉപയോഗിക്കുന്ന അതിൻ്റെ മറ്റ് പ്രിസർവേറ്റീവുകൾ, ഇതൊക്കെ ശരീരത്തിന് ഹാംഫുൾ ആയിരിക്കും. ഹാംഫുൾ ആണോ? അത് തൊയ്യിബല്ല. ഹലാലാണ്, തൊയ്യിബാണോ? അല്ല. സുബ്ഹാനല്ലാഹ്. മുർസലീങ്ങളോട് പറഞ്ഞതാണത്, പ്രവാചകന്മാർ. നിങ്ങള് തൊയ്യിബേ തിന്നാവൂ. കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. എന്നാലേ നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആരോഗ്യമുണ്ടാവുകയുള്ളൂ, സൗകര്യങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് മാത്രമല്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ ത്വയ്യിബാത്ത് ഭക്ഷിക്കണം എന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഭക്ഷണ രീതികളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം. ദുആ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പുണ്യനബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാത്ര പോകുന്ന ഒരു മനുഷ്യൻ, ഒരുപാട് യാത്ര ചെയ്ത് മുസാഫിറായി, കുളിക്കാൻ പറ്റിയില്ല, ഡ്രസ്സ് മാറാൻ പറ്റിയിട്ടില്ല, മുടി ചീകി വെക്കാൻ പറ്റിയില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, പൊടി പിടിച്ച് വിയർത്ത് നാറി, വളരെ കാണുമ്പോൾ വേദന തോന്നുന്ന വിധം പൊടി പിടിച്ച് ജട പിടിച്ച് നഖങ്ങളൊക്കെ വളർന്ന് ഒരു ഫക്കീറാൻ, ഒരു മിസ്കീനാൻ, ഒരു ദർവേഷ് എന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ. യഖൂലു ഐ റബ്ബ്, എൻ്റെ പടച്ചവനെ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഇങ്ങനെ ദുആ ചെയ്യുന്നത് കാണാം. വമത്അമുഹു ഹറാം, അദ്ദേഹത്തിന് ഹലാലായ പൊരുത്തത്തിലൂടെ നൽകപ്പെടാത്ത എത്രയോ സാധനങ്ങൾ എടുത്ത് കഴിക്കുന്ന ആളാണ്. മൽബസുഹു ഹറാം, ഉടുത്തു നടക്കുന്ന വസ്ത്രം അയാൾ വാങ്ങിച്ചതോ അയാൾക്ക് കിട്ടിയതോ അല്ല, എവിടെന്നോ ആരുടെയോ പൊരുത്തല്ലാതെ എടുത്തു കൊണ്ടുപോകുന്നതായിരിക്കാം. വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം, ചെറുപ്പം മുതലേ തിന്നുന്നത് മുഴുവനും ഹറാമിന്റെ ഭക്ഷണമാണ്. അന്നാ യുസ്തജാബു ലഹ്, ഈ മനുഷ്യൻ ഐ റബ്ബ്, എൻ്റെ പടച്ചോനെ എന്ന് പറഞ്ഞ് ഈ കോലത്തിലിരിക്കുമ്പോൾ അല്ലാഹ് ഉത്തരം തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അന്നാ യുസ്തജാബു ലഹ്, എങ്ങനെ ഉത്തരം കിട്ടാനാണ്? ആ മനുഷ്യന്റെ ശരീരം മുഴുവനും ഹറാമിലാണ് നിലകൊള്ളുന്നത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ അത്രത്തോളം ഹറാമിൽ കുളിച്ച് നിൽക്കുകയാണ് എന്നൊന്നുമല്ല പറഞ്ഞത്. പക്ഷേ നമ്മുടെ ജോലി, നമ്മുടെ കച്ചവടം, നമ്മുടെ മക്കൾ ചെയ്യുന്ന തൊഴില്, അവർ പഠിക്കുന്ന കോഴ്സുകള് ഹലാലായ ജോബ് ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്യാനുള്ളതായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കുക, അതിനുവേണ്ടി അവരെ ഗൈഡ് ചെയ്യുക. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഖൈർ ചെയ്യട്ടെ, അള്ളാഹു അവർക്ക് ഖൈർ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മയുടെ വക്താക്കളായി നിലകൊള്ളാൻ അള്ളാഹു നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. പടച്ചവന് വേണമെങ്കിൽ എല്ലാവരെയും നന്നാക്കാൻ അള്ളാഹു കഴിയും. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീആ, എല്ലാ മനുഷ്യരെയും വിശ്വാസികളാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു. ഏതുപോലെ ഒരു പരീക്ഷ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ കുട്ടികളെ മുഴുവൻ ജയിപ്പിക്കാൻ ടീച്ചർക്ക് പറ്റും. ഉത്തരം ഇങ്ങനെ മെല്ലെ മെല്ലെ സൈഡ് കൂടെ ചെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അല്ലേ? അതല്ല ഇതാണ് ശരിയെന്ന് വെറുതെ ഇങ്ങനെ കയ്യെ കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ ചീറ്റ് ചെയ്താൽ മതി. എക്സാം അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി ആ കുട്ടികളെ അധ്യാപകന് വഞ്ചനയിലൂടെ എല്ലാവരും ജയിപ്പിക്കാൻ പറ്റും. ഇതുപോലൊരു പരിപാടി അള്ളാഹ്ക്കും ഈ ലോകത്ത് ചെയ്യാമായിരുന്നു. ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. അതുകൊണ്ട് ശരിയുത്തരവും നേരുത്തരവും ടെക്സ്റ്റ് ബുക്കിലുണ്ട് എന്ന് പറയുന്ന പോലെ പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലുമുണ്ട്. നമ്മളത് പഠിച്ച് അതനുസരിച്ച് ജീവിക്കണം. എന്നാൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോഴേക്കും പിടിച്ചു വെക്കുക, ചെയ്യല്ലേ, ചെയ്യണോ വേണ്ടേ തീരുമാനിക്കാനുള്ള ബുദ്ധിയും കഴിവും നിനക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇത് പരീക്ഷണമാണ്. പക്ഷെ ഒരു എക്സാം അതിനെ ഡിസ്മാൻഡിൽ ചെയ്യുന്ന പോലെ പടച്ചതമ്പുരാന് വേണമെങ്കിൽ എല്ലാവരെയും അള്ളാഹുവിനെ നിർബന്ധിപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളാക്കാൻ പറ്റും. അള്ളാഹു ഇത് ചെയ്യൂല. നിങ്ങൾക്ക് ഇസ്ലാം ഉണ്ടാകുന്നത് നിങ്ങളുടെ തീരുമാനമാണ്.
أفأنت تكره الناس حتى يكونوا مؤمنين. അതുകൊണ്ട് നബിയേ, ആരെയും നിർബന്ധിക്കുന്ന പരിപാടി ദീനിലില്ല. ആരെയും ഇസ്ലാം നിർബന്ധിക്കൂല. ആരെയും നിർബന്ധിക്കൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടാൽ മതി, ഇല്ലേ നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ എടുത്താൽ അതിൻ്റെ ഗുണവും ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ട കോൺസിക്വൻസുകളും അനുഭവിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത്യനാൾ വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്, നിങ്ങളുടെ സംസ്കാരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, നിങ്ങളുടെ ദീനീ ബോധത്തിനോട് ഒരു നിലക്കും സമരസപ്പെട്ടു പോകാൻ കഴിയാത്ത പല ട്രെൻഡുകളും നിങ്ങൾക്ക് കാണേണ്ടി വരും. പല ട്രെൻഡുകളും ലോകത്ത് വരും. ഞാൻ പേടിക്കുന്ന വലിയൊരു ട്രെൻഡ് ടാറ്റു ട്രെൻഡാണ്. പച്ച കുത്തുന്ന ട്രെൻഡ്. നമ്മുടെ കുട്ടികളുടെ ദേഹത്തൊക്കെ അത് കാണാൻ തുടങ്ങുമോ എന്ന് വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. ഇപ്പോൾ വളകളും ചരടും അതൊക്കെ ആയി തുടങ്ങി. മന്ത്രിച്ചൂതി കെട്ടിയെന്നല്ല ഈ പറയണത്. വെറുതെ മോഡലിന് എന്തൊക്കെയോ വാരിക്കോരിക്കെട്ട പല ചെയിനുകൾ കഴുത്തിൽ, കൈകളിൽ വളകൾ, കാതുകുത്തുന്നത്, മൂക്കുകുത്തുന്നത്, പെൺകുട്ടികളെ പോലെ കാലിൽ പാദസരിട്ട് നടക്കുക, കാലിലെ വിരലുമ കൊണ്ടിട്ട് മോതിരിടുക. ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടികളുടെ കളികളൊക്കെ ആൺകുട്ടികൾ കളിക്കാൻ തുടങ്ങുക. ആൺകുട്ടികളുടെ ചില കളികളൊക്കെ പെൺകുട്ടികളും. ഇങ്ങനെയൊക്കെയുള്ള ചില സംസ്കാര ശൂന്യത എന്ന് പുണ്യനിബിധങ്ങൾ പറഞ്ഞത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടു തുടങ്ങി അല്ലേ. അല്ലാഹു ഈ സമൂഹത്തിന് ബോധം നൽകട്ടെ. ഇത്തരം ട്രെൻഡുകൾ ആരാണോ തുടങ്ങി വെക്കുന്നത് അവരെ കോപ്പിയടിച്ച് പിന്നിൽ വരുന്ന മുഴുവൻ ആളുകളുടെയും കുറ്റം ഈ തുടങ്ങി വെച്ച ആളുകൾക്കുണ്ടാവും. ആണ് പെണ്ണാകുന്ന പരിപാടിയും ആണും കല്യാണം കഴിക്കുന്നതും പെണ്ണും കല്യാണം കഴിക്കുന്നതും ഇതൊക്കെ ഒരു അച്ചടക്കമുള്ളൊരു സമൂഹത്തിൽ ആരതിനെ ബ്രേക്ക് ചെയ്തുവോ, ആരാണോ ഈ നോംസിനെ ബ്രേക്ക് ചെയ്തത്, അത് പുരോഗമനവാദം. ചെറുപ്രായല്ലേ, മക്കൾക്ക് വലിയ ബോധമൊന്നുണ്ടെന്ന ബോധവും വിവരവുമുള്ള പണ്ഡിതരോ ജ്ഞാനമുള്ള ആളുകളോ പറഞ്ഞു ഒന്ന് റെസ്പെക്റ്റെങ്കിലും മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തൗഫീഖ് അല്ലാഹു കൊടുത്തതിന്. അറഗൻസാണ്. അവരൊക്കെ ആരാ പറയാൻ? അവരൊക്കെ വാദത്തിനെതിരാണ്. അവർക്ക് ലോകം തിരിയില്ല. അവർ അപ്ഡേറ്റഡ് അല്ല. ഓക്കെ, ആരൊക്കെ ഈ പരിപാടി തുടങ്ങി വെക്കുന്നുണ്ടോ അവരെ പിൻപറ്റി ആരൊക്കെ ഇത് ഖിയാമത്ത് നാൾ വരെ ഈ സമൂഹത്തിൽ ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് വരുമോ, ഈ തുടങ്ങി വെച്ചവർക്ക് മുഴുവൻ ആളുകളുടെയും കുറ്റത്തിൻ്റെ സമാനമായ കുറ്റം ഇവരുടെ ചുമലിൽ ചാർത്തപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഈ ഉമ്മത്തിൽ ഹബീബിൻ്റെ ഉമ്മത്താണിത്. ആ ഉമ്മത്തിൻ്റെ സുശക്തമായ, സുഭദ്രമായ, മനോഹരമായ സാംസ്കാരിക പ്രബുദ്ധതയുള്ള ആ മതിലിൽ ആദ്യത്തെ വിള്ളലുകൾ ഉണ്ടാക്കിയവരാരോ അവർക്ക് അവരുടെ പിറകെ വരുന്ന ആളുകളുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഖാബീൽ എന്ന് പറയുന്ന ആദം നബി അലൈഹിസ്സലാമിന്റെ ആദ്യത്തെ രണ്ട് മക്കളിൽ ഐബൽ ആൻഡ് കെയ്ൻ, ഹാബീലും ഖാബീലും. ഈ കെയ്ൻ എന്ന് പറയുന്ന ആളാണ് ഖാബീൽ. ഖാബീലാണ് ആദ്യത്തെ കൊലപാതകം ചെയ്തത്. ലോകത്ത് നടക്കുന്ന എല്ലാ മർഡറുകളുടെയും കൊലപാതകങ്ങളുടെയും പാപങ്ങളുടെ ഒരംശം എന്നല്ല, ആ പാപങ്ങളുടെ അതേ കുറ്റം താൻ ചെയ്ത കൊലപാതകത്തിൻ്റെ കൂടെ ലോകത്ത് നടന്ന കൊലപാതകങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ പാപഭാരം ഖാബീൽ, ഖൈൻ എന്ന് പറയുന്ന മകൻ ഏറ്റെടുക്കേണ്ടി വരും. ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ൽ, he is the first one to start it. അതുകൊണ്ട് നമ്മുടെ നന്മയുടെ വക്താക്കളായിട്ട് നിലകൊള്ളുക. ഫമൻ അൻകറ സലിം, ഒരു തിന്മയെ നിങ്ങളത് തിന്മയാണെന്ന് പറയുന്നുണ്ടോ അത്തരം ആളുകൾ സുരക്ഷിതരാണ്. പുണ്യനബി തങ്ങൾ പറയാ, നിങ്ങളതിനെ നിരോധിക്കണം, നിങ്ങളതിനെ എതിർക്കണം. ആ ഒരു കാര്യത്തെ സദാചാര ബോധത്തോടുകൂടെ ഒരു രാജ്യത്തിന്റെ, ഒരു നാടിന്റെ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന പോലെ തിന്മകളെ പ്രതിരോധിക്കണം. വമൻ കരിഹ ബരി, ആരെങ്കിലും ആ തിന്മയെ വിരോധിച്ചില്ല, അതിനെതിരെ ഒരു കമന്റോ ഒരു വീഡിയോയോ ഒന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ മനസ്സുകൊണ്ട് വെറുത്തു, എനിക്കത് ഇഷ്ടമല്ല, ഈ കാണിക്കുന്നത് കോപ്രായത്തരമാണ്, ഇത് മനുഷ്യത്വമില്ലായ്മയാണ്, സംസ്കാര ശൂന്യതയാണ്, ഇത് വിവരമില്ലായ്മയാണ്, എനിക്കത് ഇഷ്ടമല്ല എന്ന് മനസ്സുകൊണ്ട് വെറുക്കുന്നവർ ബരി, അവർ നിരപരാധികളാണ്.
വലാകിൻ മൻ റദിയ വതാബ. നോക്കണേ, ആരൊക്കെ അതിനെ തംസപ്പ് കൊടുക്കുന്നുണ്ടോ, അതിനെ തൃപ്തിപ്പെടുകയും ലൈക്ക് ചെയ്യുക. റദിയ എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് ചെയ്യാന്ന. താബ എന്ന് പറഞ്ഞാൽ ഫോളോ, ലൈക്ക് ആൻഡ് ഫോളോ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരുടെ കാര്യം അപകടമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലൈക്കും ഫോളോ എന്ന് പറഞ്ഞ അതേ വാക്കാണ് ഹദീസിൽ പുണ്യ നബി തങ്ങൾ ഉപയോഗിച്ച് മൻ റദിയ വതാബ. റദിയ എന്ന് പറഞ്ഞാൽ അതിനെ ലൈക്ക് ചെയ്യാന്ന്, താബ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഓശാനം പാടുകയും അതിനെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടും ഫോളോ ചെയ്തിട്ടും അതിനെ ഫോർവേഡ് ചെയ്തിട്ടും അതിന് കമൻ്റ് ഇട്ട് കൊടുത്തിട്ടും അതിനു വേണ്ടി സിന്ദാബാദ് വിളിച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അർപ്പിക്കേണ്ടി വരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അല്ലാഹു തആല കാര്യബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് കാര്യബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയുസ്തഅമലു അലൈക്കും ഉമറാഉൻ യദ്ലിമൂന അന്നാസ വയക്ദിബൂന ഫിൽ ഹദീസ്. നിങ്ങൾക്ക് നേതാക്കന്മാരായി വരാൻ പോകുന്ന ചില ആളുകളുണ്ട്. സയുസ്തഅമലു അലൈക്കും ഉമറാ, നിങ്ങളുടെ അധികാരികളായി, നിങ്ങളുടെ മേലാളന്മാരായി, നിങ്ങളുടെ മേലുദ്യോഗസ്ഥരായി, നിങ്ങളുടെ നേതാക്കന്മാരായി. ഉമറാഉൻ യദ്ലിമൂന അന്നാസ്, ജനങ്ങളോട് അനീതി ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ഭരണാധികാരങ്ങളിലേക്ക്, ഭരണശിരാകേന്ദ്രങ്ങളിലേക്ക് വരും. വയക്ദിബൂന ഫിൽ ഹദീസ്, എന്ത് സംസാരിച്ചാലും, പത്രസമ്മേളനമാണെങ്കിലും, നിയമസഭയാണെങ്കിലും, രാജ്യസഭയാണെങ്കിലും, പാർലമെന്റ് ആണെങ്കിലും, പൊതുസമ്മേളനമാണെങ്കിലും പച്ച നുണകൾ വിളിച്ചു പറയും. അതൊന്നൊരു മടിയില്ലാത്ത കാര്യമാണ്. വലിയ അത്ഭുതമാണത്. ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പൊതുജനങ്ങളെ, ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്യേണ്ട ആളുകൾ ബേസ്ലെസ്, ഒരടിസ്ഥാനവുമില്ലാത്ത വർഗീയതകൾ ഇങ്ങനെ വിളിച്ചു പറയാം. ഒരു കുഴപ്പമില്ലാത്ത നാട്ടുപേരുടെ കുഴപ്പമുണ്ടെന്ന് പറയാം. യക്ദിബൂന ഫിൽ ഹദീസ്, അവരുടെ വാക്കുകളിൽ അവർ നുണ പറയും. അത്തരം ആളുകൾ നിങ്ങളുടെ മേൽ ഭരണാധികാരികളായി വരുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ കാണാൻ കഴിയുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ സദ്ദഖഹും ഫീ കദിബിഹിം, അവർ പറയുന്ന നുണകൾ സത്യമാണെന്ന് വിളിച്ചു പറയാനും കൂടെ നിൽക്കാനും സന്നദ്ധത കാണിക്കുന്നവർ, ഔ ആനഹും അലാ ദുൽബിഹിം, നിരപരാധികളായ ആളുകളോട് അനീതി ചെയ്യുമ്പോൾ ആ അനീതികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ, ഫലൻ യരിദ അലയ്യൽ ഹൗള്, അന്ത്യനാളിൻ്റെ വിചാരണ കഴിഞ്ഞ് ദാഹാർത്തരായി ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് തൊണ്ട വറ്റി വരണ്ട്, ആ വരണ്ട മരുഭൂമി പോലെ പരന്നു കിടക്കുന്ന മൗഖിഫിൽ നിന്ന്, ഹിസാബിൻ്റെ മരുഭൂമിയിൽ നിന്ന്, ഹിസാബിൻ്റെ മൈതാനത്ത് നിന്ന് വിചാരണ കഴിഞ്ഞൊരിറ്റ് വെള്ളം വേണമെന്ന് ആഗ്രഹിച്ചു വരുമ്പോൾ, എൻ്റെ ഹൗദൽ കൗസർ അല്ലാതെ കുടിക്കാൻ വേറെ വെള്ളമില്ലാത്ത ഒരു നാളാണത്. ഫലൻ യരിദ അലയ്യൽ ഹൗദ്, തിന്മകൾ കാണുമ്പോൾ ആ തിന്മകളെ പ്രതിരോധിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഇന്ന് സാധാരണക്കാർക്ക് പോലുമുണ്ട്. ആ തിന്മകളെ പ്രതിരോധിക്കേണ്ടതിന് പകരം ആ തിന്മകൾക്ക് ഓശാന പാടുകയും ആ തിന്മകൾക്ക് കൂടെ നിൽക്കുകയും ചെയ്ത ആളുകൾ എൻ്റെ പരിശുദ്ധമായ ഹൗദുൽ കൗസറിൻ്റെ അരികത്തേക്ക് വരികയില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹുവിൻ്റെ ഹബീബിന് നഹറുൻ അഅ്താനീഹി റബ്ബി, എൻ്റെ റബ്ബെനിക്ക് തന്ന പരിശുദ്ധമായ ഒരു നദിയാണ്, ജലാശയമാണ് ഹൗദുൽ കൗസർ. മനുഷ്യൻ ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത അതിരുചികരമായ പാനീയമാണത്. അതിലെ കോപ്പകൾ ആകാശത്തെ നക്ഷത്രങ്ങളുടെ എണ്ണത്തോളമുണ്ട് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ ആ ദേഹത്ത് ദാഹാർത്തരായി വരുമ്പോൾ എൻ്റെ ഹൗദുൽ കൗസറിലെ വെള്ളം കൊണ്ട് ദാഹം നിങ്ങൾക്ക് ശമിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അനീതിക്കും നിങ്ങൾ കൂടെ നിൽക്കരുത്.
ഒരനീതിയുടെ കൂടെയും നിൽക്കരുത്, ഒരു അനീതിക്ക് ഓശാന പാടരുത്, ഒരനീതി പറയുന്ന ഒരാളെ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങളത് ചെയ്താൽ എൻ്റെ ഹൗദുൽ കൗസർ നിങ്ങൾക്ക് ലഭിക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമാ മസലി വമസലുക്കും, പ്രവാചകനായ ഞാനും എൻ്റെ അനുയായികളായ നിങ്ങളും തമ്മിലുള്ള ഉദാഹരണം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. കമസലി റജുലിൻ ഇസ്തൗഖദ നാറാ, തണുപ്പുള്ള ഒരു രാത്രിയിൽ ചൂട് കായാൻ വേണ്ടി കുറച്ച് മരക്കൊള്ളികൾ കൊണ്ടുവന്ന് തീ കത്തിച്ച് തീ കായുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഒരു മനുഷ്യൻ കുറേ വിറക് കൊണ്ടുവന്ന് തീയിട്ടു. ആ തീ എന്തിനാണ്? തണുത്തു കോച്ചുന്ന ആ രാത്രിയിലെ തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അവിടെ തീയിട്ട് ചൂട് കായാൻ വേണ്ടി തീയിട്ടൊരു മനുഷ്യനെ പോലെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ഉദാഹരണം. അങ്ങനെ തീ ഇങ്ങനെ കത്തി അവിടെ വെളിച്ചവും പ്രഭയും ചൂടുമായപ്പോ ഹത്താ ഇദാ അളഅത് മാ ഹൗലഹു ജഅലൽ ഫറാശു യതസാഖതു ഫീഹാ വഹാദിഹി ദവാബ്, കുറേ പാറ്റകള്, വെളിച്ചം കണ്ടാൽ ഓടി വരുന്ന പ്രാണികള് അതിൻ്റെ തീയിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരുമിച്ച് കൂടി. ഫജഅല യംഫീഹിന്ന ബിയദിഹി, ആ പാറ്റകളെ അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ തട്ടി മാറ്റുന്നുണ്ട്. ഇവിടേക്ക് വരല്ലത് തീയാണ്, ചൂട് എന്ന് വിചാരിച്ച്. തണുത്തുറച്ച് നിൽക്കുന്ന രാവിൽ ചൂട് കായാൻ വേണ്ടി തീയിനോട് ഇഷ്ടപ്പെട്ട് ആ പാറ്റകൾ വന്ന് തീയിൽ വന്ന് വീഴുമ്പോ കൈകൊണ്ട് ആട്ടി മാറ്റുന്ന ആളെ പോലെയാണ് ഞാനെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുന്ന യഖ്തഹിമിന ഫയഖഅന ഫീഹാ, ഇങ്ങോട്ട് വരല്ലേ ഇത് തീയാണ് എന്ന് കൈകൊണ്ട് വകഞ്ഞു മാറ്റുമ്പോൾ ആ കൈയിനെ മറികടന്ന് ആ പാറ്റകൾ തീയിൻ്റെ അരികത്തേക്ക് വരികയും അവയുടെ പാവം ചിറകുകൾ കരിഞ്ഞ് ആ തീയിലേക്ക് അവകൾ വീഴുകയും ചെയ്യുകയാണ്. അലാ വ ഇന്നി മുംസികുൻ ബിഹുജസികും അനിന്നാർ, ജനങ്ങളെ നിങ്ങളുടെ ഊരക്ക് പിടിച്ച് നിങ്ങളുടെ അരയിലെ വസ്ത്രത്തിന് പിടിച്ച് നരകത്തിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ പിടിച്ചു വലിക്കുകയാണ്. വഅൻതും തഫ്ലിതൂന മിൻ യദയ്യ, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കുതറി നരകത്തിലേക്ക് ഓടുകയാണോ? നരകം കണ്ട ആളാണ് ഞാൻ, സ്വർഗം കണ്ട ആളാണ് ഞാൻ. അള്ളാഹുവിൻ്റെ മലകൂത്തുസ്സമാ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് എൻ്റെ പടച്ചവന് ഇഷ്ടമെന്ന് അത് പറഞ്ഞു തരാൻ വന്ന പ്രവാചകന്മാരിലെ 1,24,000 അന്ത്യപ്രവാചകനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ നിങ്ങൾ എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് കുതിരയോടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. നമ്മളോട് അരുതെന്ന് പറഞ്ഞത് ലഹരിയും മദ്യവും വ്യഭിചാരവും തോന്നിവാസങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൈകൊണ്ട് തൊടാനോ കാണാനോ പിടിക്കാനോ അനുഭവിക്കാനോ പാടില്ലാത്തത് എന്തിനേ നിങ്ങൾ ഹലാലുകൾ ഒഴിവാക്കി ഹറാമിലേക്ക് പോകുന്നത് എന്ന് പുണ്യ റസൂൽ പറഞ്ഞത് ഈ തീ കത്തിച്ച ആളിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് നബി ഞങ്ങൾ വന്നത് എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, പടച്ചതമ്പുരാൻ നിങ്ങളെ സമാധാനത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ഈ ലോകം വളരെ പെട്ടെന്ന് അവസാനിക്കും. അസുഖമായി, വലിയ വലിയ അസുഖങ്ങളായി, അപകടമായി, പെട്ടെന്നുള്ള മരണമായി, ജീവനൊടുങ്ങി ആയുസ് അവസാനിച്ച് മണ്ണിലേക്ക് മടങ്ങുമ്പോൾ ഒരു പൊതുജീവിതത്തിൻ്റെ ആരംഭമാണ് മരണം. മരണം ഒരവസാനമല്ല, മരണം ഒരാരംഭമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ അതുകൊണ്ട് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വന്നവർ, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥികളോട്, സ്റ്റുഡൻസിനോട് പറയുകയാണ്, പ്രായപൂർത്തിയായ മക്കളെ, നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ നന്നാവുകയാണെങ്കിൽ ഖൈറുൽ ലക മിൻ ഹുംറിൻ നിഅം ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന എല്ലാറ്റിനേക്കാളും വലുത്. ഒരു കുട്ടിയോട് ഇപ്പോൾ ഇന്നിപ്പോൾ 2026 ഫെബ്രുവരി മാസത്തിൽ മോനെ നിനക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 17 Pro Max ഐഫോൺ അല്ലേ, അത് വേണമെന്നായിരിക്കും പറയാം. കുറച്ച് കാലം കഴിഞ്ഞാൽ അത് 20, 35, 55 ഒക്കെ ആയിപ്പോകും. നിങ്ങൾക്കതിനേക്കാളൊക്കെ ഹൈറ് നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് നിൻ്റെ കൂട്ടുകാരൻ ഒരു തിന്മയിൽ നിന്ന് പിന്മാറുന്നതാണ്. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഒരു ലൈൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ലൈൻ പിടിച്ചിട്ട് പവർ ലൈൻ ആക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്ത് കൊടുക്കല്ല വേണ്ടത്. ഒരു പെൺകുട്ടിയോട് ഹറാമായൊരു ബന്ധം നിങ്ങളുടെ കൂട്ടുകാർക്കുണ്ട് എന്ന് പറയുമ്പോൾ ഓശാനം പാടലല്ല മക്കളെ.
വേണ്ടടാ, അത് ഹറാമാണ്, നീ ഹറാമിൽ ചെന്നുപെടും, ആ പെൺകുട്ടിയുടെ ജീവിതം പോകും, നിന്റെ ജീവിതം അവിശുദ്ധമായി പോകും. ഒരു വിവാഹവും ഒരു നിക്കാഹവും കഴിഞ്ഞ് പടച്ചവൻ ഹലാലാക്കുന്നൊരു ബന്ധം അല്ലാഹു തരുന്നത് വരെ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ, ഒന്ന് പിടിച്ചു നിന്നൂടെ, നമുക്കത് വേണ്ടടാ എന്ന് തൻ്റെ കൂട്ടുകാർക്ക് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈകളിൽ ഈ ലോകത്തെ ഏറ്റവും വിലപ്പെട്ടത് നിങ്ങളുടെ കൈകളിൽ കിട്ടുന്നതിനേക്കാളും വലുത് നിന്റെ കൂട്ടുകാരൻ നിന്നെ കൊണ്ട് നന്നാവലാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഒരു വീട്ടിലൊരു ചെറുപ്പക്കാരൻ മരിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ ഒരു ജൂതൻ്റെ വീടാണത്. അവിടെ ഒരു ചെറുപ്പക്കാരൻ ജൂതൻ്റെ മകനാണ്, 10-20 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ എന്തോ സംഭവിച്ച് ആ ചെറുപ്പക്കാരൻ മരണത്തെ മുഖാമുഖം കാണുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പോകുമ്പോൾ നബിതങ്ങളുടെ കൂടെയുണ്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബിതങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ആ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറയുകയാണ്, അങ്ങനെ മരിക്കാൻ പോവുകയാണ്. പുണ്യനബി തങ്ങൾക്ക് തോന്നി ഇനി ചെറുപ്പക്കാരൊരിക്കലും ലോകത്തിലേക്ക് തിരിച്ചു വരില്ല. ആ ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ കൊണ്ട് കലിമ ചൊല്ലിപ്പിക്കാം. കലിമ ചൊല്ലുന്നത് എന്തിന്? മരിക്കാൻ പോകുന്ന ഒരാൾ ഹബീബ് ഇത് ചെയ്യുന്നത് എന്തിനാണ്? അതൊക്കെ നിരൂപിക്കുന്ന ആളുകൾ കാണണം, അറിയണം. എന്തിന്? നബിക്ക് എന്തുപകാരമാണ് കിട്ടാൻ പോകുന്നത്? ഹബീബിന് സിന്ദാബാദ് വിളിക്കാൻ ഈ ചെറുപ്പക്കാരനെ കിട്ടോ? ഡെത്ത് ബെഡിൽ കിടക്കുകയാണ്, മരണം കൺമുമ്പിൽ കണ്ടു കിടക്കുകയാണ്. ഹബീബിന്റെ അനുയായികളിൽ എണ്ണം കൂട്ടാനാണോ ഇത്? ഒരിക്കലുമല്ല. ഹബീബിന് ഇദ്ദേഹത്തെ കിട്ടിയിട്ട് എന്തു ചെയ്യാൻ? അദ്ദേഹം മുസ്ലിമാകുന്നതോടുകൂടെ മുസ്ലിം ഉമ്മത്ത് അദ്ദേഹത്തിന്റെ ജനാസ എടുക്കണം. കഫം പുടക്ക് പൈസ വേണം, ജനാസ ഖബർ കുഴിക്കണം, അയാളെ മറവ് ചെയ്യണം, അയാളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണം. ഈ ബാധ്യതകളാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. ഇയാളെ കൊണ്ട് ഒരു ആൾബലമുണ്ടാക്കാൻ പുണ്യനബി ചെയ്തു എന്ന് ചിന്തിക്കാൻ പോലും തരമുണ്ടോ ഇവിടെ? അത്രയും നിഷ്കളങ്കമായൊരു മുഹൂർത്തം. ആ ചെറുപ്പക്കാരനോട് നബി തങ്ങൾ പറഞ്ഞു, ഖുൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മോനെ, ആരാധനക്കർഹതയുള്ളവൻ അല്ലാഹുവാണെന്നും മുഹമ്മദ് നബി അവൻ്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയും മോനെ. ഇത് പറഞ്ഞപ്പോൾ ആ മോൻ വാപ്പയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. വാപ്പ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വാപ്പ പറഞ്ഞു, മോനെ, ഖുൽ മാ അമറക ബിഹി അബുൽ ഖാസിം. അബുൽ ഖാസിം എന്നത് റസൂലുള്ളാഹിന്റെ പേരാണ്. അബുൽ ഖാസിം തങ്ങളുടെ കുഞ്ഞത്താണ്, തങ്ങളുടെ അപരനാമമാണത്. അബുൽ ഖാസിം തങ്ങൾ പറയുന്നത് പോലെ ചെയ്തേക്ക് മോനെ, എനിക്ക് വിരോധമില്ല. ആര് പറഞ്ഞു? ജൂതനായ വാപ്പ പറഞ്ഞു. മോനെ, നീ അത് തന്നെ പറഞ്ഞു. അങ്ങനെ ആ മോൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. ഒരു വാങ്ക് വിളിക്കാനുള്ള സമയം പോലും ഉണ്ടായില്ല, ഒരു ഉളു എടുക്കാൻ പോലുമുള്ള നേരമുണ്ടായില്ല. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞു. ഹബീബ തങ്ങൾ പറഞ്ഞു, ഖുദൂ സാഹിബക്കും, നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ സ്വീകരിച്ചേക്കൂ സ്വഹാബികളെ. ആ കൂട്ടുകാരന് വേണ്ടി ഖബർ കുഴിക്കണം, ആ കൂട്ടുകാരനെ കുളിപ്പിക്കണം, ഹാനൂത്ത് സുഗന്ധം പുരട്ടണം, പുതുവസ്ത്രമണിയിക്കണം, ആ ചെറുപ്പക്കാരനെ പള്ളിയിൽ കൊണ്ടുവന്ന് ജനാസ നിസ്കരിക്കണം, ചുമലുകളിൽ ചുമന്ന് കൊണ്ടുപോകണം. അല്ലാഹുവേ, ചെറുപ്പക്കാരന് പുറത്തു കൊടുക്കണേ എന്ന് അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യണം. ആ ചെറുപ്പക്കാരന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഹബീബ് നിസ്കരിച്ചു, സ്വഹാബികൾ മയ്യത്ത് നിസ്കരിച്ചു. പുണ്യനബി തങ്ങളുടെ കൈകളാൽ ആ ചെറുപ്പക്കാരനെ ഖബറിലേക്ക് വെക്കുകയാണ്. എത്രയാ ചെയ്തത്? ഏതാനും മിനിറ്റുകൾ എടുത്തിട്ടില്ല ഒരു ചെറുപ്പക്കാരന് സ്വർഗം ലഭിക്കാൻ. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അവസാന നേരം പുണ്യനബി തങ്ങളുടെ ദീനിൽ ആളക്കൂട്ടാനല്ല ഇത് ചെയ്തത്. ആ ചെറുപ്പക്കാരന് വരാൻ പോകുന്ന ലോകം എന്താണെന്ന് ബോധ്യമുള്ള പ്രവാചകർ ആ ചെറുപ്പക്കാരന് വേണ്ടി ഒരു സഹായം ചെയ്തതാണ്. ആ ഒരു ദൗത്യ നിർവഹണം നമ്മളെ കൊണ്ട് ആരെങ്കിലും വിശ്വാസവും നന്മയും സദാചാരബോധവും നന്മയും നീതിബോധവും സ്വത്വവും നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഈ ലോകത്ത് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് ഒരാൾ നന്നാവലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മസ്ജിദിലേക്ക് നമ്മൾ നിസ്കരിക്കാൻ വരുമ്പോൾ ഒരു കൂട്ടുകാരനെ കൂടെ കൂട്ടുന്നത്, നമ്മുടെ പള്ളിയിലേക്ക് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിന് വരുമ്പോൾ നമ്മുടെ അയൽപക്കങ്ങളിലെ നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ സുഹൃത്തുക്കൾ, ഇതുവരെ നിസ്കാരത്തിൻ്റെ മധുരമറിയാത്തവർ, അവരെ ഒന്ന് കൈപിടിച്ച് സ്നേഹത്തോടെ കൊണ്ടുവരുന്നത്,
അവർക്കും നിസ്കരിക്കാൻ ഒരിടം, അള്ളാഹുവിനോട് സംസാരിക്കാൻ ഒരവസരം, പടച്ചവനെക്കുറിച്ച് കേൾക്കാൻ അവസരം, അള്ളാഹുവിനെ സ്നേഹിക്കാൻ ഒരവസരം കൊടുത്തു നോക്കി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, തൗബ ചെയ്തു വരുന്ന മക്കളുടെ ഈമാൻ സാധാരണക്കാരുടെ ഈമാൻ പോലെയല്ല. തൗബ ചെയ്ത് തെറ്റുകൾ ചെയ്ത് മടുത്ത് ഇനി മതി എന്ന് പറഞ്ഞു നിന്ന് അള്ളാഹുലേക്ക് തിരിച്ചു നടക്കാൻ അവസരം കിട്ടിയ ആളുകൾ, ആ ആളുകളുടെ ഈമാനിന്റെ ഖനം സാധാരണ വിശ്വാസികളുടേതുപോലെയാവില്ല, അതിലും വലുതായിരിക്കും. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ ഹൃദയം നൊന്ത് കരയുന്ന, പേടിച്ച് കരയുന്ന, കണ്ണുകൾ നനയുന്ന ആളുകളുടെ അടുത്തുപോയി നിൽക്കണേ, നിങ്ങളുടെ ഈമാനിന് കരുത്തുണ്ടാകും. അവരാരാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് ഉമർ തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞത്, തെറ്റുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് നന്നായി തിരിച്ചു വന്ന ആളുകൾ. അവരുടെ മനസ്സ് പെടയും, അവർ കരയും, അവർ പൊട്ടിക്കരയും. അത് കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നനയാൻ ഇടമാകും. ആരുടെയെങ്കിലും കണ്ണുകൾ അള്ളാഹുവിനെ പേടിച്ച് കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീർ പൊഴിച്ച കണ്ണുകൾക്ക് നാളെ നരകം തൊടുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു റമളാനിനെ നല്ല നിലക്ക് സ്വീകരിച്ച് ആനയിച്ച് അള്ളാഹുലേക്ക് മനസ്സുകൊണ്ട് അടുക്കാനും പടച്ചവനെ സ്നേഹിക്കാനും അമൽ സ്വാലിഹാത്ത് ധാരാളം ദിക്റും ഖുർആൻ ഖതം തീർക്കുകയും ഒരുപാട് അദ്കാറുകൾ ചൊല്ലുകയും ഇസ്തിഗ്ഫാർ ചൊല്ലുകയും സകാത്തും സദഖയും ഇഫ്താറുകളും സംഘടിപ്പിച്ച് അള്ളാഹുലേക്ക് ധാരാളം അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ലൈലത്തുൽ ഖദ്റുമായി സന്ധിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. പരിശുദ്ധ റമളാനിൽ അള്ളാഹു പാപമോചനം നൽകുന്ന ഉതഖാഉം മിനന്നാർ, നരകമോചനം നൽകുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പെണ്ണുങ്ങൾ കഥ പറഞ്ഞ് തീർന്നിട്ടില്ല സംഭവം. നമ്മൾ നിർത്തിയല്ലേ, ഒരു കഥഞ്ഞ് ബാക്കി നാളെ പറഞ്ഞോളൂ അല്ലേ. കുട്ടികളാണോ വലിയവരാണോ നല്ല സംസാരം കേൾക്കുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ മിണ്ടാണ്ട് ഇരുന്ന് കേട്ടില്ലേ, ഒരിപ്പോൾ എത്ര കഥ ഇടിഞ്ഞും ബാക്കി നാളെ പറയട്ടോ എന്ന് പറഞ്ഞിട്ടപ്പോൾ അവിടെ എണീക്കുക. അപ്പോൾ അവരൊരുപാട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ്. നമ്മൾ പ്രവർത്തനത്തിലൂടെ ആയിരിക്കും കൂടുതൽ സംസാരിക്കുക. ഓരോരുത്തരെയും രണ്ട് തരം ഇമോഷണൽ ഇൻ്റലിജൻസ് അള്ളാഹു ആണിനും പെണ്ണിനും കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഈ വർത്തമാനം പറഞ്ഞൊക്കെ പെണ്ണുങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ കുട്ടികളായിരിക്കും സംസാരിക്കുക. അവർക്കിപ്പോൾ കഥയും വേദമൊന്നും അറിയില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടുകളിൽ പടച്ചവനെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകണേ. അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നമ്മുടെ മക്കളോട് പറയണം. അവരുടെ മനസ്സുകളിലേക്ക് ഇത് അള്ളാഹുവിന് ഇഷ്ടമാണ്, ഇത് റസൂലിന് ഇഷ്ടമാണ് എന്ന് പറയുന്ന വിധം അവരിലേക്ക് നന്മകളെ സ്വാംശീകരിക്കാൻ നമുക്ക് സാധിക്കുക. പേടിപ്പിക്കുക ഒരു ടൈം കഴിഞ്ഞാൽ അതൊന്നും ഫലിക്കൂല. എന്നാൽ സ്നേഹത്തിലൂടെ ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ് മോനെ, ഇങ്ങനെ ചെയ്യണം, മോളെ ഇതാണ് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന ശൈലിയായിരിക്കും ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുക. അള്ളാഹു നമ്മളുടെ ഹബീബായ നിബിതങ്ങളുടെ ആയുസ് വർദ്ധിക്കും ഈ ഉമ്മത്ത് ദഅവത്ത് ചെയ്താൽ. ആലിമീങ്ങൾ പറയാം, ഹബീബിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കലാണ് നമ്മൾ ദഅവത്ത് ചെയ്യുന്ന ഓരോ നിമിഷവും. അതുകൊണ്ട് നമ്മളൊക്കെ ദാഇമാരാവുക, എല്ലാവരും നന്മയിലേക്ക് ആളുകൾ വിളിക്കുന്നവരാവുക. അതിനാണ് ദാഇ എന്ന് പറയുന്നത്. നമ്മുടെ മഹല്ല്, നമ്മുടെ ഈ പാണ്ടിക്കടവ് ജുമാ മസ്ജിദ്, ഇൻഷാ അല്ലാഹ്, അത് മനോഹരമായതിൻ്റെ അന്തസ്സിലും അതിൻ്റെ ആ ഒരു സൗകുമാര്യവും ചന്തവും അലങ്കാരവും അതിൻ്റെ എല്ലാ തരത്തിലുള്ള മഹത്വവും ഇൻഷാ അല്ലാഹ് അത് ഉയർന്ന് എന്നും നമ്മുടെ നാടിൻ്റെ വെളിച്ചമായി, നമ്മുടെ പരിസര പ്രദേശങ്ങൾക്കൊരാശ്രയമായി, ഈമാനിൻ്റെ വെളിച്ചമായി, റഹ്മത്തിൻ്റെ വിളനിലമായി അള്ളാഹുദിനെ നിലനിർത്തി തരട്ടെ. അള്ളാഹുദിന് വേണ്ടി സഹായിച്ചവർ, ഇതിനു വേണ്ടി വർക്ക് ചെയ്തവർ, ഇതിൻ്റെ എഞ്ചിനീയർ നസീർ സാഹിബ് ഞാൻ വളരെ അടുത്തറിയുന്ന ആളാണ്. പ്രകൃതി ആർക്കിടെക്റ്റിൻ്റെ നസീർ സാഹിബ്, അദ്ദേഹത്തെ ഞാൻ ഇവിടെ കണ്ടിരുന്നു. അദ്ദേഹം എനിക്ക് വളരെ നേരത്തെ പരിചയമുള്ള ആളാണ്. അദ്ദേഹം വളരെ മനോഹരമായ ഒരുപാട് മസ്ജിദുകൾ കേരളത്തിലുടനീളം ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് കണ്ടപ്പോഴേ തോന്നി നസീർക്കാണോ എന്ന് വിചാരിച്ച് നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നസീർഖാനെ കാണുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, ഇതിനു വേണ്ടി അധ്വാനിച്ച നമ്മുടെ പള്ളി നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ, ഇതിനു വേണ്ടി സംഭാവനകൾ ചെയ്തവർ, സംഭാവന ചെയ്തത് മാത്രമല്ല ഇതൊക്കെ നോക്കി നടത്തി ഈ കോലത്തിലായി കിട്ടാൻ ഒരുപാട് ആളുകളുടെ ഉയർപ്പും ഉറക്കവും രക്തവും സമ്പത്തും സമയവും വാക്കുകളും പ്രവൃത്തികളുമൊക്കെ കാരണമായിട്ടുണ്ടാകാം. അള്ളാഹുവിനെ അതൊക്കെ അറിയുന്നവനാണ്. റബ്ബ് തആല അർഹമായ പ്രതിഫലം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു, നീ ഞങ്ങളെ സ്വീകരിക്കണേ പടച്ചവനെ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ പടച്ചവനെ, ഞങ്ങളോട് നീ പൊറുക്കണേ പടച്ചവനെ, ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹു, ഞങ്ങളോട് മാപ്പാക്കണേ പടച്ചവനെ.
അള്ളാഹു ഈ പരിശുദ്ധ ഷഅബാനിൻ്റെ അവസാന രാവുകൾ പകലുകൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബേ. റമളാനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ ബല്ലിഗ്നാ ഇലാ റമളാന സാലിമീൻ ഗാനിമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ ഞങ്ങളെ നീ നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയം നന്നാക്കി താ പടച്ചോനെ. ഞങ്ങളുടെ ഹൃദയം നിശുദ്ധമാക്കി താ റബ്ബേ. ഞങ്ങളുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരണേ പടച്ചവനെ. ശരീരത്തിൻ്റെ അസുഖങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ. ശരീരത്തിൻ്റെ അസുഖങ്ങളെ നീ നന്നാക്കി തരണേ പടച്ചവനെ, ശിഫയാക്കി തരണേ പടച്ചവനെ. ഒരുപാട് രോഗികൾ അല്ലാഹുവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ ഇവിടെ നമ്മുടെ പല കുടുംബങ്ങളും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട് അവിടെ നിന്നൊക്കെ മരണപ്പെട്ടു പോയ കുട്ടികളടക്കമുള്ളവരുണ്ട്. അല്ലാഹുവർക്കൊക്കെ നീ മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ. സ്വർഗ്ഗലോകത്ത് അവരെത്തിക്കണേ പടച്ചവനെ. രോഗികളായവരുണ്ട് റബ്ബേ. ചെറിയ മക്കൾ രോഗിയായ ഒരു മോനുണ്ട്, 13 വയസ്സുള്ള മോന്. ആ മോനടക്കം എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ റബ്ബേ. അവിടെ ആ വീട്ടിൽ വിശ്രമിക്കുന്നൊരു വല്യമ്മണ്ട്. ആ ഉമ്മക്കും അല്ലാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ഒരുപാട് ഉപ്പമാർ ഈ നാട്ടിലും പരിസരത്തുമുള്ള മുഅ്മിനാത്തുകൾ, സഹോദര സഹോദരിമാർ, പല ജാതിയിലും മതവിശ്വാസത്തിലും കഴിയുന്നവർ, എല്ലാ മനുഷ്യരും അല്ലാഹുവേ നിൻ്റെ അയാലുകളാണ്. അല്ലാഹുവേ എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ പടച്ചവനെ. ഞങ്ങൾക്കൊക്കെ ഹിദായത്തിൽ നിലനിന്ന് ഹിദായത്തിലായിട്ട് തന്നെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ഈ റമളാനിൽ നരകമോചനം ലഭിക്കുന്നവർ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉതഖാഇക മിനൻ നാർ അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉതഖാഇ ശഹ്രി റമളാൻ അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉതഖാഇക മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഈ നാട്ടിലെ മദ്രസയിൽ പഠിപ്പിച്ചു പോയ സദർ ഉസ്താദുമാരടക്കം ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഇവിടെ ജോലി ചെയ്ത ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലാഹു ഇപ്പോൾ ജോലി ചെയ്യുന്നവരെ, മുൻകാലങ്ങളിൽ ഇവിടെ വന്നുപോയവർ, ഖിദ്മത്തെടുത്തവർ എല്ലാവരെയും അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ ഖബറുകളിൽ കഴിയുന്ന ആളുകൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ പടച്ചവനെ. ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും വല്യപ്പ വല്യമ്മ, വേണ്ടപ്പെട്ട ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാർ, സഹോദരിമാർ, മക്കൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ട് റബ്ബേ. അവിടെയൊക്കെ ഖബറുകളെ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ ഖബറിനുള്ളിൽ സുഗന്ധം നൽകണേ റബ്ബേ. സ്വർഗം കാണിച്ചു കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളും ഖബറിലേക്ക് എത്തുമ്പോൾ ഞങ്ങളോട് നീ റഹ്മത്തിൻ്റെ നോട്ടം നോക്കണേ പടച്ചവനെ. അല്ലാഹു നിൻ്റെ മലക്കുകളുടെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണേ പടച്ചവനെ. അദാബിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഖബറിൻ്റെ അദാബിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റബ്ബേ. നാളത്തെ ഞങ്ങളുടെ മഹ്ശറയും വിചാരണയും എളുപ്പമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തുലാസ് നന്മ കൊണ്ട് കനം തൂക്കണേ റബ്ബേ. ഞങ്ങളുടെ കിതാബ് വലത് കയ്യിൽ നൽകണേ റബ്ബേ. സിറാത്ത് വേഗം മുറിച്ചു കടക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുമ്മ സഖിൽ മവാസീനന വയസ്സിർ ഹിസാബന اللهم جزنا على الصراط كالبرق الخاطف يا رب العالمين. اللهم ارزقنا بيد نبينا محمد صلى الله عليه وسلم من حوض الكوثر شربة هنيئة مريئة لا نظمأ بعدها أبدا. اللهم ارزقنا شفاعة نبيك محمد صلى الله عليه وسلم. اللهم ارزقنا في الدنيا زيارته اللهم وفي الآخرة شفاعته وارزقنا حجا مبرورا وعمرة مقبولة وزيارة مرضية يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. بارك الله فيكم. دعاءك ഉൾപ്പെടുത്തണേ എന്ന് പ്രത്യേക വസിയത്ത് ചെയ്തുകൊണ്ട് ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഉസ്താദിൻ്റെ സാരസമ്പൂർണമായ